ഹലോ മച്ചുമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. കുറേ നാളായിട്ട് നിങ്ങൾ എന്നോട് പറയുന്നുണ്ട് നിധി തേടി പോകുന്ന കഥകൾ പറഞ്ഞു തരുമെന്ന്. എന്നാൽ പിന്നെ ഇന്ന് അങ്ങനെ ഒരു കഥയായിക്കോട്ടെ. കുറേ വർഷങ്ങൾക്ക് മുന്നേ അമേരിക്കൻ ഭൂഖണ്ഡം ഇന്ന് കാണുന്നത് പോലെ അവിടെ ഒരു നഗരമൊന്നും ആയിരുന്നില്ല, വെറും കൊടും കാട് മാത്രം. ലോകം മുഴുവനും ഈ കാടിനെ കുറിച്ച് ഒരു കഥ പ്രചരിക്കുന്നുണ്ട്. അതായത് ഈ കാട്ടിനുള്ളിൽ ഒരു സ്വർണ്ണ നഗരമുണ്ട്. അവിടെയുള്ള ആൾക്കാരുടെ വീടിന്റെ മേൽക്കൂര വരെ അത് സ്വർണം കൊണ്ടാണ് നിർമ്മിച്ചതെന്നുള്ള ഒരു കഥ. അതുകൊണ്ട് തന്നെ ഈ കാട്ടിലേക്ക് ആ സ്വർണ്ണ നഗരം തേടി ലോകത്ത് നിന്ന് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. എന്നാൽ ഈ കാട്ടിൽ എന്തൊക്കെയാണുള്ളത്? മനുഷ്യരെ തിന്നുന്ന നരഭോജികൾ, ഒരുപാട് വന്യമൃഗങ്ങൾ, അവർക്കൊരിക്കലും സങ്കല്പിക്കാൻ കഴിയാത്ത പല അപകടങ്ങളും ആ കാട്ടിലുണ്ടായിരുന്നു. എന്തായാലും ആ സ്വർണ്ണ നഗരം തേടി പോകുന്ന ഒരു 40ഓളം സ്പാനിഷുകാരുടെ കഥയാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഒരു കിടിലൻ അഡ്വഞ്ചർ മൂവിയാണ്. ധൈര്യമായിട്ട് തന്നെ കാണാം. അപ്പൊ നേരെ നമുക്ക് ഈ കഥയിലേക്ക് പോകാം. ഏകദേശം 500 വർഷങ്ങൾക്ക് മുന്നെയാണ് കൊളംബസ് അമേരിക്കൻ ഭൂഖണ്ഡം കണ്ടുപിടിക്കുന്നത്. അതിനുശേഷം ആ മണ്ണിനെക്കുറിച്ചും അവിടെയുള്ള കാടുകളെക്കുറിച്ചും ഉള്ളതും ഇല്ലാത്തതുമായ ഒരുപാട് കഥകൾ ലോകമെമ്പാടും ഒരുപാട് യാത്രക്കാർ പറഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു അമേരിക്കയിലെ ആമസോൺ കാടുകൾക്കുള്ളിലായിട്ട് ഒരു സ്വർണ്ണ നഗരമുണ്ട് എന്നുള്ള കഥ. ആ സ്വർണ്ണ നഗരം തേടി ഒരുപാട് ആളുകൾ പോയിട്ടുണ്ട്. എന്നാൽ പോകുന്ന 90% ആൾക്കാരും തിരിച്ചു വരാറില്ല. എന്തായാലും ഇതേ ദൗത്യവുമായിട്ട് അമേരിക്കയിലെ ആമസോൺ കാടുകളിലേക്ക് ഇപ്പൊ പുതുതായിട്ടൊരു ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. സ്പാനിഷുകാരാണ്. അവരുടെ ലീഡർ പ്രഭുവായിട്ടുള്ള ഡോൺ ഗോൺസാലോയാണ്. ഗോൺസാലസിന്റെ ഭാര്യയായിട്ടുള്ള ഡോണയും അദ്ദേഹത്തിന്റെ കൂടെയുണ്ട്. അതുപോലെ തന്നെ ഡോണയുടെ പരിചാരികയായിട്ടുള്ള ലാ പർദ എന്നൊരു സ്ത്രീയുണ്ട്. മാത്രമല്ല ആ ഒരു ഗ്രൂപ്പിൽ ഏകദേശം 40ഓളം ആൾക്കാരുണ്ട്. അവരുടെ കൂട്ടത്തിൽ ഒരു പ്രീസ്റ്റും ഉണ്ടായിരുന്നു. അയാളുടെ പേര് ഫാദർ വർഗാസ് എന്നാണ്. എന്തായാലും മുന്നോട്ടേക്ക് പോകുമ്പോൾ ഈ കൂട്ടത്തിലെ ഓരോരുത്തരെയായിട്ട് നമുക്ക് പരിചയപ്പെടാം. ഇത്രയും അപകടം പിടിച്ച ഈ സാഹസികമായ യാത്രയ്ക്ക് ഇവർ ഇറങ്ങിത്തിരിക്കാൻ തന്നെ കാരണം സ്പാനിഷ് ചക്രവർത്തിയായിട്ടുള്ള ചാൾസ് രണ്ടാമനായിരുന്നു. മാത്രമല്ല അദ്ദേഹം ഇവർക്കൊരു വാക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കാടുകളിൽ ചെന്ന് നിധി കിട്ടിക്കഴിഞ്ഞാൽ ആ നിധിയുടെ വളരെ കുറഞ്ഞൊരളവ് മാത്രം, അതായത് 1/5 മാത്രം ചക്രവർത്തിക്ക് മതി, ബാക്കിയുള്ളത് ഇവർക്ക് എല്ലാവർക്കും പങ്കിട്ടെടുക്കാം. ഇത്രയും വലിയ ആ ഒരു ഓഫറിന്റെ പേരിലാണ് ഈ ഒരു ഗ്രൂപ്പ് ഇത്രയും കഠിനമായിട്ടുള്ള ഈ കാട്ടിലേക്ക് വന്നത് തന്നെ. ഈ കാട് എന്ന് പറഞ്ഞാൽ ഇവിടെ പല അപകടങ്ങളും ഒളിഞ്ഞിരിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും നരഭോജികളായിട്ടുള്ള മനുഷ്യരാണ്. അതുപോലെ തന്നെ വലിയൊരു കാടാണ്. വന്യമൃഗങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ അതിനേക്കാൾ പ്രശ്നക്കാരായിട്ടുള്ള ചെറിയ ചെറിയ പ്രാണികൾ, കൊതുകുകൾ, ഇതെല്ലാം കാരണം കൂട്ടത്തിൽ ഒരുപാട് പേർക്ക് അസുഖങ്ങൾ വരുന്നുണ്ട്. എന്തായാലും ഇതെല്ലാം തരണം ചെയ്തുകൊണ്ട് ഇവർ കാട്ടിന്റെ ഉള്ളിലേക്ക് പോവാണ്. പോകുന്ന സമയത്ത് ആ കാട്ടിലെ പല ഗോത്രങ്ങളുമായിട്ട് ഇവർക്ക് ഏറ്റുമുട്ടേണ്ടി വരുന്നുണ്ട്. അതിലെല്ലാം ഒരു പരിധി വരെ ഇവർ വിജയിക്കുന്നുണ്ട്. എന്നാലും മുന്നോട്ടേക്കുള്ള ഓരോ യാത്രയിലും അവരുടെ കൂട്ടത്തിലെ ആളുകളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. അത് യുദ്ധങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോഴുണ്ടാവുന്ന വേറെ ചില പ്രശ്നങ്ങൾ കാരണം, അതായത് അനിമൽസ് ഉണ്ടാവും വെള്ളത്തിലൂടെ പാസ് ചെയ്യുമ്പോൾ, ആ വെള്ളത്തിലെല്ലാം നരഭോജികളായിട്ടുള്ള മുതലകൾ ഉണ്ടാവും. അപ്പൊ ഈ ഒരു ആക്രമണത്തിലെല്ലാം പെട്ട് ഒരുപാട് പേര് മരിക്കുന്നുണ്ട്. മാത്രമല്ല മുന്നോട്ടേക്ക് പോകുമ്പോൾ ഇവരുടെ ആ ഒരു ആത്മവിശ്വാസവും വീര്യം ഇതെല്ലാം പോകാൻ തുടങ്ങുമ്പോൾ ടീം ലീഡറായിട്ടുള്ള ഡോൺ ഗോൺസാലസ് ഒരു കാര്യം പറഞ്ഞ് ഇവരെല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് എത്ര പേര് കുറയാണെങ്കിലും നമുക്ക് കിട്ടുന്ന ആ ഒരു സ്വർണ്ണം ഉണ്ടല്ലോ, അത് ബാക്കിയുള്ളവർക്ക് മാത്രമായിട്ട് വീതിച്ചെടുക്കാലോ. എന്തായാലും ആ ഒരു ആവശ്യത്തിൽ അവർ വീണ്ടും ഉൾക്കാടുകളിലേക്ക് കയറി ചെല്ലുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇവർ മാത്രമൊന്നുമല്ല ഈ കാട്ടിലേക്ക് ഇതിനു മുന്നേ വന്നിരിക്കുന്നത്. ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ആ പോയതിൽ 90% ആൾക്കാരും തിരിച്ചു വന്നിട്ടില്ല. എന്നാൽ പോയി തിരിച്ചു വന്ന ചില ആൾക്കാർ ചില കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് വെച്ചാണ് ഇവർ ഈ കാട്ടിലേക്ക് വരുന്നത്. അവർ വരച്ചു വെച്ച മാപ്പുകൾ ഉണ്ടായിരുന്നു. ഏകദേശം ആ മാപ്പുകളിലെ സൂചനകൾ വെച്ചാണ് ഈ കാട്ടിലൂടെ ഇവർ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ സത്യത്തിൽ ആ മാപ്പിൽ എഴുതി വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ വരച്ചു വെച്ചിരിക്കുന്നത് സത്യമാണോ അല്ലയോ എന്ന് പോലും ഇവർക്കറിയില്ല. ഒരു ഭാഗ്യപരീക്ഷണം എന്ന രീതിയിൽ തന്നെയാണ് ഇവരതുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നത്. അതുപോലെ തന്നെ വൃദ്ധനായിട്ടുള്ള ഡോൺ ഗോൺസാലസ്, ഇയാൾക്ക് ഈ ഒരു ഗ്രൂപ്പിനെ ഒറ്റയ്ക്ക് നയിക്കാൻ കഴിയില്ല. തീരുമാനങ്ങളെല്ലാം ഡോൺ ഗോൺസാലസ് എടുത്തു കഴിഞ്ഞാലും ഇത് അയാൾ നടപ്പിലാക്കുന്നത് അയാളുടെ റൈറ്റ് ഹാൻഡ് ആയിട്ടുള്ള ആൽഫ്രാസ് ഗൊറിയാമി എന്ന ആളെ കൊണ്ടാണ്. അതായത് ഓരോ നിർദ്ദേശങ്ങളും ഡോൺ ഗോൺസാലസ് ആൽഫ്രാസ് ഗൊറിയാമിക്ക് കൊടുക്കും. പിന്നീട് ഗൊറിയാമി ഈ കാര്യങ്ങൾ ബാക്കിയുള്ളവരോട് പറഞ്ഞ് ആ ഒരു ഗ്രൂപ്പിനെ നിയന്ത്രിക്കും. എന്നാൽ ഇതൊരു മണ്ടൻ തീരുമാനമാണെന്ന് ഗോൺസാലസിന്റെ അടുത്ത് അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള ഡോണോ പറയുന്നുണ്ട്. അതിനുള്ള പ്രധാന കാരണം ഈ കൂട്ടത്തിലുള്ള എല്ലാ പുരുഷന്മാർക്കും ഒരു കണ്ണ് അവളുടെ മേലെയുണ്ട്. വൃദ്ധനായിട്ടുള്ള ഈ ഗോൺസാലസ് ഇയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു
സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഡോണയ്ക്ക് നിലനിൽപ്പില്ല. അവൾക്ക് എന്ത് സംഭവിക്കും എന്ന് പോലും പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവളുടെ നിലനിൽപ്പിനെ ആലോചിച്ച് അവൾക്ക് നല്ല പേടിയുണ്ട്. മാത്രമല്ല ആ കൂട്ടത്തിലെ ഓരോ ആൾക്കാരും വളരെ വൃത്തികെട്ട രീതിയിലാണ് അവളെ നോക്കുന്നത്. തലവന്റെ ഭാര്യ ആയതുകൊണ്ട് മാത്രം അവളുടെ ദേഹത്ത് ആരും തൊടുന്നില്ല എന്ന് മാത്രം. എന്നാൽ ആ കൂട്ടത്തിൽ വ്യത്യസ്തനായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. അവന്റെ പേര് മാർട്ടിൻ ദാവിയ എന്നാണ്. മോശമായ രീതിയിലൊന്നും അവൻ ഡോണയെ നോക്കാറില്ല. ഒരു ബഹുമാനമൊക്കെ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ രാത്രിയാകുമ്പോൾ എല്ലാവരും വിശ്രമിക്കാനിരിക്കുമ്പോൾ എല്ലാവരും കൂട്ടം ചേർന്ന് ഡോണയെക്കുറിച്ച് അനാവശ്യമായ ഓരോ കാര്യങ്ങൾ സംസാരിക്കും. അപ്പൊ ആ കൂട്ടത്തിൽ തലമൂത്ത ഒരാളുണ്ട്. അദ്ദേഹത്തിന്റെ പേര് സെർജന്റ് ബെസ്താറസ് എന്നാണ്. അപ്പൊ ബെസ്താറസ് ബാക്കിയുള്ളവരോട് പറയുന്നുണ്ട്, അതൊരു സ്ത്രീയാണ്, ആ ബഹുമാനമെങ്കിലും നിങ്ങൾ അവരോട് കാണിക്കണം. എന്നാൽ ആരും അത് വകവെക്കുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്നാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു പട്ടി ഭയങ്കരമായിട്ട് കുരക്കാൻ തുടങ്ങിയത്. എല്ലാവരും വേഗം തന്നെ ജാഗരൂപരാവുകയാണ്. പെട്ടെന്ന് തന്നെ ഒരാൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നാൽ അയാളെ കണ്ട സമയത്ത് എല്ലാവരുടെയും ഭയം പോകുന്നുണ്ട്. കാരണം ആ വന്ന ആള് വേറെ ആരും ആയിരുന്നില്ല, ഇവരുടെ കൂട്ടത്തിലെ തന്നെ ഇവരുടെ ഒരു ചാരനായിരുന്നു. അയാളുടെ പേര് ജെർമിലോ എന്നാണ്. ഇപ്പൊ ജെർമിലോ വന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഡോൺ ഗോൺസാലസിന്റെ അടുത്ത് പറയുന്നുണ്ട്. നിലവിൽ ആ ഒരു കാര്യം ഇപ്പൊ ഡോൺ ഗോൺസാലസിനും അതുപോലെ തന്നെ ഗൊറിയാമിക്കും മാത്രമേ അറിയുള്ളൂ. എന്തായാലും ആ രാത്രിയിൽ ഈ രഹസ്യം ഗോൺസാലസ് ആരോടും പറഞ്ഞില്ല. പിറ്റേ ദിവസം യാത്ര പുറപ്പെടാൻ നിൽക്കുമ്പോഴാണ് ഗോൺസാലസ് ഈ രഹസ്യം എല്ലാവരോടും പറയുന്നത്. അതായത് സ്പെയിനിൽ അധികാരമാറ്റം നടന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പുതിയ അധികാരി മറ്റൊരു ടീമിനെ ഇങ്ങോട്ടേക്ക് അയച്ചിരിക്കുകയാണ്. അതിന്റെ തലവന്റെ പേര് മെഡ്രാനോ എന്നാണ്. അവരിങ്ങോട്ടേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. ഈ കാട്ടിൽ വെച്ച് അവരെങ്ങാനും നമ്മളെ കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവർ നമ്മളെ കൊന്നുകളയും. സ്വർണം തേടിയുള്ള ഈ ഒരു ദൗത്യം ഉണ്ടല്ലോ, അത് അവർ പൂർത്തിയാക്കാൻ നോക്കും. മാത്രമല്ല അവർ ഉറപ്പായിട്ടും നമ്മളെ കൊല്ലും. ഈ സമയത്ത് ഗോൺസാലസിന്റെ അടുത്ത് മാർട്ടിൻ ദാവി ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. അവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ കൂടെ ചേർന്നൂടെ, ഒരുമിച്ച് നമുക്ക് ഈ ഒരു സ്വർണം തേടി പോയിക്കൂടെ? എന്നാൽ ഗോൺസാലസ് പറയണ ഒരിക്കലും അത് സാധ്യമല്ല. കാരണം അവരെ ഇങ്ങോട്ടേക്ക് അയച്ച ആൾക്ക് ആ സ്വർണം ഒറ്റയ്ക്ക് വേണം. അതുകൊണ്ട് അവരാദ്യം ചെയ്യാൻ പോകുന്നത് നമ്മളെ ഇല്ലാതാക്കലാണ്. എന്തായാലും അധിക നേരം ഇവിടെ നിൽക്കാൻ കഴിയില്ല. വേഗം തന്നെ എല്ലാവരും ആ ഒരു കാട്ടിലൂടെ മുന്നോട്ടേക്ക് നടക്കുകയാണ്. കാരണം അവർ എത്രത്തോളം പതുക്കെ പോകുന്നു അത്രത്തോളം വേഗം മെഡ്രാനോയുടെ ആൾക്കാർ വന്നിട്ട് അവരെ കണ്ടുപിടിക്കാം, വേണമെങ്കിൽ കൊന്നുകളയാം. എന്തായാലും അവർക്ക് പറ്റാവുന്ന രീതിയിൽ അത്യാവശ്യം നല്ല വേഗത്തിൽ കാട്ടിലൂടെ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. ആ സമയത്താണ് ഒരു ചെറിയ ഗോത്രത്തെ ആക്രമിച്ച സമയത്ത് ആ ഗോത്രത്തിലെ ഒരു 3 സ്ത്രീകളെ ഇവർക്ക് കിട്ടുന്നത്. അറിയാലോ പണ്ടത്തെ പട്ടാളക്കാരുടെ ആ ഒരു ശൈലിയൊക്കെ, സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ അവരെന്ത് വേണമെങ്കിലും ചെയ്യും. സോ ഈ 3 സ്ത്രീകളെ കിട്ടിക്കഴിഞ്ഞപ്പോൾ കഴപ്പുമൂത്ത ആ കൂട്ടത്തിലെ പല ആൾക്കാർക്കും പെട്ടെന്ന് തന്നെ ആ സ്ത്രീകളെ വേണം. ഇവരാണെങ്കിൽ ഏകദേശം 10-40 പേരുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഈ 3 സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടാൻ തുടങ്ങി. ഇങ്ങനെ പോയാൽ ഇത് പ്രശ്നമാണെന്ന് മനസ്സിലായ ഡോൺ ഗോൺസാലസ് ഒരു തീരുമാനം എടുക്കുകയാണ്. ആരും ഈ സ്ത്രീകളെ ഇപ്പൊ പ്രാപിക്കേണ്ട ആവശ്യമില്ല, അവരെ വെറുതെ വിട്ടേക്കെന്ന് പറയാണ്. അല്ലെങ്കിൽ ഇവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി തല്ലി ഇവിടെ വെച്ച് തന്നെ ചാവുമെന്ന് ഗോൺസാലസിന് മനസ്സിലായി. എന്നാൽ ആ കൂട്ടത്തിലെ ഒരാൾക്ക് ആ ഒരു തീരുമാനം ഒട്ടും ഇഷ്ടമായില്ല. അയാള് നേരിട്ട് വന്ന് ഗോൺസാലസിന്റെ അടുത്ത് പറയാണ്, ഈ ചെയ്തത് ഒട്ടും ശരിയായിട്ടില്ല, ഞാൻ ഇതിനെ എതിർക്കുക എന്ന് പറഞ്ഞിട്ട് വാൾ ഊരിയിട്ട് അവൻ നേരെ ഗോൺസാലസിന്റെ അടുത്തേക്ക് വരികയാണ്. അപ്പൊ തന്നെ ബാക്കിയുള്ളവർ ഈ വന്ന ആളെ പിടിച്ചു വെക്കുന്നുണ്ട്. മാത്രമല്ല ഗോൺസാലസ് അപ്പൊ തന്നെ എതിർത്ത് സംസാരിച്ച ആ ആൾക്ക് പണിഷ്മെന്റും കൊടുക്കുകയാണ് കേട്ടോ. അതായത് അയാളെ കൊല്ലാൻ വേണ്ടി പറയാണ്. കൊല്ലുക എന്ന് വെച്ചാൽ കഴുത്തറത്തോ അല്ലെങ്കിൽ വാളുകൊണ്ട് വെട്ടിയോ ഒന്നുമല്ല, ഗരോട്ട് എന്നൊരു മെത്തേഡിലൂടെ അയാളെ കൊല്ലാൻ വേണ്ടി പറയാണ്. എന്നാൽ അത് കേട്ട ആ ഒരു യോദ്ധാവാകെ ഞെട്ടിപ്പോവാണ്. കാരണം ഒരു യോദ്ധാവിന് കിട്ടുന്ന ഏറ്റവും മോശമായ മരണമാണ് ഈ ഗരോട്ട്. അതായത് കാട്ടിലെ ചെറിയ ചെറിയ വള്ളികളുണ്ടല്ലോ, ഇതെല്ലാം കഴുത്തിൽ മുറുക്കി കൊല്ലുന്ന ഒരു രീതിയാണ്. ഇപ്പൊ ആ ഒരു പോരാളി പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ കൊന്നു, എനിക്ക് കുഴപ്പമില്ല, പക്ഷേ വാളുകൊണ്ട് വെട്ടിയോ കഴുത്തു മുറിച്ചോ എന്നെ കൊന്നു എന്ന് പറയുന്നുണ്ട്. എന്നാൽ അതൊന്നും കേൾക്കാതെ ഗരോട്ട് എന്ന ആ ഒരു മോശമായ വഴിയിലൂടെ തന്നെ എതിർത്ത് സംസാരിച്ച ആ ആളെ ഇപ്പൊ ഗോൺസാലസിന്റെ ആൾക്കാർ കൊന്നുകളയാണ്. അങ്ങനെ അവർ വീണ്ടും കാട്ടിലൂടെ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. എന്നാൽ ഇതിനുശേഷം ഗോൺസാലസിനോടുള്ള താല്പര്യം ആ കൂട്ടത്തിലുള്ള ആളുകൾക്ക് കുറഞ്ഞു വരാൻ തുടങ്ങി. ഒന്നാമത് ആ ഒരു 3 സ്ത്രീകളെ പറഞ്ഞയച്ചു. മാത്രമല്ല അവരുടെ കൂട്ടത്തിലെ ഒരാളെ വളരെ മോശമായ രീതിയിൽ കൊന്നുകളയുകയും ചെയ്തു. സോ ഈ കാര്യങ്ങളെല്ലാം ആൽഫറസ് ഗൊറിയാമി മനസ്സിലാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവൻ ആ ഒരു അവസരം ചെറുതായിട്ട് ഉപയോഗിക്കാനും തുടങ്ങുന്നുണ്ട്. ഉള്ളിലൂടെ ചില ചിരട് വലികൾ അവൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അന്നേ ദിവസം രാത്രിയായി. എല്ലാവരും വിശ്രമിക്കാനായിട്ട് ഒരു സ്ഥലത്ത് ടെന്റ് അടിച്ചിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ ഗോൺസാലസിന്റെ ഭാര്യയായിട്ടുള്ള ഡോണെ ഇപ്പൊ കാണിക്കുകയാണ്. അവൾ അവളുടെ ആ ഒരു ടെന്റിൽ പുറത്തേക്ക് തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. പുറത്ത് ഒരാളിരിക്കുന്നുണ്ട്. ആ ആളെയാണ് അവൾ നോക്കിയിരിക്കുന്നത്. അത് മറ്റാരുമല്ല, മാർട്ടിൻ ദാവിയാണ്. ഇപ്പൊ അങ്ങോട്ടേക്ക് വന്ന അവളുടെ പരിചാരികയായിട്ടുള്ള ലാപ്പർദ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് അയാളെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്? ആ സമയത്ത് ഡോൺ ഒരു കാര്യം പറയുന്നുണ്ട്, ഈ മാർട്ടിൻ
ദാവി ഉണ്ടല്ലോ, അവൻ ബാക്കിയുള്ളവരെ പോലെയല്ല, ഒരു ഇച്ചിരി മാന്യനാണ്, അവന്റെ പെരുമാറ്റവും അത്രയും നല്ലതാണ്. എന്നാൽ ഇത് കേട്ട ലാപ്പർദ പറയാണ്, ഡോണ നീ ഒരു കാര്യം ഒരു കാരണവശാലും മറക്കരുത്, ഈ ഗ്രൂപ്പിന്റെ തലവന്റെ ഭാര്യയാണ് നീ. നിനക്ക് ഒരുപാട് പരിമിതികളുണ്ട്, ഒരു കാരണവശാലും ആ പരിമിതി നീ ഭേദിക്കാൻ പാടില്ല, അത് ഭാവിയിൽ നിനക്ക് വലിയ ദോഷം ചെയ്യുന്നു പറയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. ഇനി മുന്നോട്ടേക്കുള്ള യാത്ര അത് ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ടൊരു കാര്യം ഇപ്പൊ ഡോൺ ഗോൺസാലസ് ചെയ്യാണ്. അയാളുടെ കൂട്ടത്തിലെ കുറച്ച് പ്രായം എക്സ്പീരിയൻസ് ഉള്ള ഒരാളുണ്ട്, ബാർബാത്തെ. അയാളെയും അതുപോലെ തന്നെ മറ്റൊരാളെയും കൂടെ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി വരാൻ വേണ്ടിയിട്ട് പിന്നിലേക്ക് പറഞ്ഞയക്കുകയാണ്. അങ്ങനെ പോയ ബാർബാത്തെയും അയാളുടെ കൂടെ ഉണ്ടായിരുന്ന ആളും ഒരാളെ പിടിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതൊരു ഗോത്രവർഗ്ഗക്കാരനായിരുന്നു. മാത്രമല്ല ആ ഗോത്രവർഗ്ഗക്കാരനെ കണ്ട സമയത്ത് ഡോൺ ഗോൺസാലസിന് ഒരു കാര്യം മനസ്സിലായി. അതായത് ഇവരുടെ പിന്നാലെ ആ നിധിയെടുക്കാൻ വരുന്ന രണ്ടാമത്തെ ടീം ഉണ്ടല്ലോ, മെഡ്രാനോയുടെ ടീം, ആ ടീമിന്റെ ചാരനാണ് ഈ ഒരു ഗോത്രവർഗ്ഗക്കാരൻ. അത് മനസ്സിലാക്കിയ ഗോൺസാലസ് അവനോട് പല രീതിയിലും വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവനൊന്നും പറയുന്നില്ല. അവൻ ചെറുതായിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കിയ ഗോൺസാലസ് ഒരു ബുദ്ധി പ്രയോഗിക്കുകയാണ്. അവനോട് പറഞ്ഞു, നിനക്കറിയാവുന്ന കാര്യങ്ങൾ നീ പറഞ്ഞു തന്നോ, എന്നാൽ നിന്നെ ജീവനോടെ വിടാന്ന് പറയാണ്. ആ ഒരു വാക്കിന്റെ പേരിൽ ആ ഗോത്രവർഗ്ഗക്കാരൻ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. മെഡ്രാനോ അധികം വൈകാതെ ഇങ്ങോട്ടേക്ക് എത്തും, മാക്സിമം ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു 1.5 ദിവസമോ അത്ര മതിയാകും. എന്തായാലും ആ ഗോത്രവർഗ്ഗക്കാരൻ പറഞ്ഞതോട് കൂടിയിട്ട് ഗോൺസാലസിന് ഒരു കാര്യം മനസ്സിലായി, ഏകദേശം അവരുടെ തൊട്ട് പിന്നാലെ തന്നെ മെഡ്രാനോയും കൂട്ടരുമുണ്ട്. എന്നാൽ ആ ഗോത്രവർഗ്ഗക്കാരൻ ഇത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ ഗോൺസാലസ് വിശ്വാസവഞ്ചന ചെയ്യാണ്. അയാളെ അപ്പം തന്നെ കുത്തിക്കൊന്നുകളയാണ്. എന്തായാലും ഇനി മുന്നോട്ടേക്കുള്ള യാത്ര നല്ല രീതിയിൽ ശ്രദ്ധിച്ചാവണം പോവേണ്ടത്. അതുകൊണ്ട് തന്നെ ഇവരുടെ കൂട്ടത്തിലും ചില ഗോത്രവർഗ്ഗക്കാരുണ്ട്, ഇൻഡിയോ ഗോത്രവർഗ്ഗത്തിൽപ്പെട്ട ചില ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അവരെ ഇൻഡിയോസ് എന്ന് വിളിക്കാം. അപ്പൊ അതിൽപ്പെട്ട ഒരാളോട് ഇവർ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്, പ്രധാനമായിട്ടും അൽഫ്രസ് ഗുറിയാമി അവനോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഈ ഇൻഡിയോ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പൊ പോകാൻ പോകുന്ന ഈ പാതയുണ്ടല്ലോ, ഇവിടെ നിന്ന് നമ്മൾ മാറി മറ്റൊരു വഴിയിലൂടെ പോകണം. കാരണം ഒരു കാരണവശാലും ഇങ്ങനെയുള്ള ഭാഗത്ത് വെച്ച് ഒരാൾ നമ്മളോട് യുദ്ധം ചെയ്യാൻ നിൽക്കില്ല, കുറച്ച് ഉയർന്ന ഭാഗത്ത് പോയിട്ട് യുദ്ധം ചെയ്യാൻ നിൽക്കുള്ളൂ. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ ഭാഗത്ത് നിന്നും നമ്മൾ വഴി മാറി കുറച്ച് ഉയർന്ന ഭാഗത്തിലേക്ക് പോകണം. കാരണം അവിടെ നേരത്തെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾക്കായിരിക്കും ആ യുദ്ധത്തിൽ മുൻഗണന ലഭിക്കുക. അതായത് ശത്രുക്കളുടെ തന്ത്രങ്ങളെ നമുക്ക് എളുപ്പത്തിൽ പൊളിച്ചു കളയാൻ കഴിയും. പക്ഷേ ഇവിടെ വേറൊരു പ്രശ്നമുണ്ട്, ഇവർ പോകണമെന്ന് പറഞ്ഞ ആ ഒരു വഴിയുണ്ടല്ലോ, ആ മലമുകളിലേക്ക് കയറണം എന്ന് പറഞ്ഞ ആ ഒരു വഴി, അത് എക്സ്ട്രീംലി ഡേഞ്ചർ ആയിട്ടുള്ള ഒരു വഴിയാണ്. കാരണം അവിടെ നരഭോജികളായിട്ടുള്ള കരീബിയൻസ് എന്ന് പറഞ്ഞ ഒരു ഗോത്രമുണ്ട്. അവരെ പോലെ തന്നെ വേറെയും ഒരുപാട് ഗോത്രങ്ങളും പ്രശ്നങ്ങളും ഉണ്ട്. അപ്പൊ ഇതിനെല്ലാത്തിനെയും തരണം ചെയ്ത് അതിലൂടെ പോകുക എന്ന് പറഞ്ഞാൽ അത് മരണതുല്യമായിട്ടുള്ള ഒരു യാത്ര തന്നെയായിരിക്കും. എന്തായാലും ആ വഴിയിലൂടെ പോകുന്നതിന് മുന്നേ നല്ല രീതിയിൽ തന്നെ ഒന്ന് ആലോചിക്കണം. ഇപ്പൊ അൽഫ്രസ് ഗുറിയാമി ഒരു കാര്യം ഇങ്ങനെ ആലോചിക്കുകയാണ്, നമ്മൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, മെഡ്രാനയുടെ ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരും, ഇവരെല്ലാവരെയും കൊന്നുകളയും. അതുകൊണ്ട് ഇവിടെ നിൽക്കുന്നതിനേക്കാൾ ഭേദമല്ലേ ഒരു റിസ്ക് എടുക്കല്. അങ്ങനെ ഇവരെല്ലാവരും ഇൻഡിയോ പറഞ്ഞ ആ ഒരു വഴിയിലൂടെ പോകാൻ തയ്യാറാവുകയാണ്. പതിയെ പതിയെ ആ ഒരു വഴിയിലൂടെ ഇവർ പോകുന്നുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞു. ഏറ്റവും മുൻപിലായിട്ട് ഇൻഡിയോ ഉണ്ട്, അതുപോലെ തന്നെ മാർട്ടിൻ ദാവിയോ ഉണ്ട്. പെട്ടെന്നാണ് അവരുടെ മുന്നിലേക്ക് വലിയൊരു അമ്പ് വന്ന് തുളച്ചു കയറുന്നത്. പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ ഇത് കണ്ട അൽഫ്രസ് ഗുറിയാമി വരെ ഒന്ന് ഞെട്ടിപ്പോവാണ്. അപകടം അവർക്ക് മനസ്സിലായി. അതായത് ആ ഗോത്രവർഗ്ഗക്കാർ ഇവിടെ എവിടെയോ ഉണ്ട്, വെറും ഗോത്രമല്ല, നരഭോജികളാണവർ. പെട്ടെന്ന് തന്നെ വാൾ ഊരിയെടുക്കാൻ നോക്കിയ ഗുറിയാമിയോട് ഇന്ത്യ ഒരു കാര്യം പറയുന്നുണ്ട്, ഒരു കാരണവശാലും നിങ്ങൾ ആയുധം ഇപ്പൊ പുറത്തേക്ക് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ആ ഗോത്രം നമ്മളെ ആക്രമിക്കാൻ ശ്രമിച്ചില്ല, അവർ ഒരു മുന്നറിയിപ്പ് തരിക മാത്രമാണ് ചെയ്തത്. നമ്മൾ ഇപ്പൊ ആയുധം എടുക്കാതെ സമാധാനമായിട്ട് ഇതിലൂടെ പോയാൽ മതി. എന്തായാലും പിന്നാലെ വരുന്ന പട്ടാളക്കാരോട് ഈ കാര്യം പറയാൻ വേണ്ടിയിട്ട് മാർട്ടിൻ ദാവിയെ പിന്നിലേക്ക് അയക്കുന്നുണ്ട്. മാത്രമല്ല ഗുറിയാമി മുന്നിൽ നിന്നുകൊണ്ട് തന്നെ എല്ലാവരോടും പതിയെ വരാൻ വേണ്ടി പറയുന്നുണ്ട്. ഈ കാര്യം ഡോൺ ഗോൺസാലസിന് ഒട്ടും ഇഷ്ടമില്ല. കാരണം അയാളാണല്ലോ ഈ ഗ്രൂപ്പിന്റെ തലവൻ. ഇപ്പൊ വൃദ്ധനായിട്ടുള്ള ഗോൺസാലസ് അൽഫ്രസ് ഗുറിയാമിന്റെ അടുത്തൊരു കാര്യം പറയുന്നുണ്ട്, നീ എന്റെ റൈറ്റ് ഹാൻഡ് മാത്രമാണ്, ഇപ്പോഴും നീ ഒരു ഗ്രൂപ്പിന്റെ തലവനൊന്നുമല്ല, ഞാനാണ് ഗ്രൂപ്പിന്റെ തലവൻ, അതുകൊണ്ട് ഞാനാണ് കാര്യങ്ങൾ തീരുമാനിക്കുക. ഗോൺസാലസ് ഇത് പറഞ്ഞ സമയത്ത് ആയിക്കോട്ടെ, നിങ്ങൾ തന്നെ തീരുമാനിച്ചോ, ഞാനായിട്ട് ഇവിടെ ഒരു തീരുമാനം ഉണ്ടാക്കാൻ പോകുന്നില്ല എന്ന് ഗുറിയാമി പറയുന്നുണ്ടെങ്കിലും അവന്റെ ആ ഒരു സംസാരത്തിൽ അതിൽ അത്ര തൃപ്തിയൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും അവന്റെ സംസാരവും പെരുമാറ്റവും കണ്ട ഈ ഗോൺസാലസിന്റെ ഭാര്യയായിട്ടുള്ള ഡോണയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. അധിക ദിവസമൊന്നും ഗോൺസാലസ് പറയുന്നതും കേട്ട് ഗോൺസാലസിന്റെ റൈറ്റ് ഹാൻഡ് ആയിട്ട് ഈ ആൽഫ്രസ് ഗുറിയാമി നിൽക്കുന്നില്ല. അവൻ എപ്പോഴെങ്കിലും ഒരു ദിവസം തിരിഞ്ഞു കൊത്തുവെന്ന് അവൾക്ക് നല്ല ഉറപ്പായിരുന്നു. ആ കാര്യം അവളുടെ പരിചാരികയായിട്ടുള്ള ലാപ്പർദയ്ക്ക് നന്നായിട്ട് അറിയാം.
അതുകൊണ്ട് തന്നെ ലാപർദ ഡോണയോട് ഒരു കാര്യം പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ ഒരു സംരക്ഷകനെ നീ കണ്ടെത്തിയേ മതിയാവുള്ളൂ. കാരണം നിന്റെ ഭർത്താവ് ഗോൺസാലസ് ഇപ്പൊ ദുർബലനാണ്. എന്നാൽ ഡോണ ലാപർദയോട് ഒരു കാര്യം പറയുന്നുണ്ട്, ഓൾറെഡി അങ്ങനെ ഒരു സംരക്ഷകനെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. കാട്ടിലൂടെയുള്ള യാത്ര വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എല്ലാവരും വിശ്രമിക്കാനായിട്ട് ഒരു സ്ഥലത്ത് ഇരിക്കുന്നുണ്ട്. ഇപ്പൊ എല്ലാവരിൽ നിന്നും ഒഴിഞ്ഞു മാറി കാടിന്റെ മറ്റൊരു ഭാഗത്തിരിക്കുന്ന ഡോണ ലാപർദയെ കൊണ്ട് മാർട്ടിൻ ദാവിയെ ഇങ്ങോട്ടേക്ക് വിളിപ്പിക്കുകയാണ്. അതായത് ഡോണ പറഞ്ഞല്ലോ ഞാൻ ഒരാളെ കണ്ടെത്തിയെന്ന്, അത് മറ്റാരുമല്ല മാർട്ടിൻ ദാവിയോ തന്നെയാണ്. മാർട്ടിനെ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചത് അവനോട് നന്ദി പറയാനായിരുന്നു കേട്ടോ. അതായത് ഇങ്ങോട്ടേക്കുള്ള യാത്രയിൽ ഡോണ ഒരു അപകടത്തിൽപ്പെട്ട സമയത്ത് മാർട്ടിൻ ആയിരുന്നു അവളെ രക്ഷപ്പെടുത്തിയത്. ആ നന്ദി അവൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഡോണ മറ്റൊരു പ്രധാന കാര്യം പറയുന്നുണ്ട്, ഇവിടെയുള്ള ബാക്കിയുള്ള പട്ടാളക്കാരെ പോലെയല്ല നീ, നിന്റെ സ്വഭാവവും പ്രവൃത്തിയും ഇതെല്ലാം വ്യത്യാസമാണ്, നീ നല്ലൊരു മനുഷ്യനാണ് എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അതേ രീതിയിൽ തന്നെ മാർട്ടിനും പറയാണ്, ഞാൻ കണ്ട സ്ത്രീകളിൽ വെച്ച് നിങ്ങൾ കുറച്ച് വ്യത്യസ്തയാണ്, നല്ല ധൈര്യമുണ്ട്, അതുപോലെ തന്നെ നല്ലൊരു മനസ്സും നിങ്ങൾക്കുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് സർജൻ ബെസ്താരസും അതുപോലെ തന്നെ ആൽഫ്രസ് ഗൊറിയാമി വരുന്നത്. ഗൊറിയാമി വന്നപാട് തന്നെ ഡോണയോട് പറയുന്നുണ്ട്, ഗോൺസാലോ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, നിങ്ങൾ അങ്ങോട്ടേക്ക് പോയിക്കോന്ന്. ഡോണ പോയി കഴിഞ്ഞ ഉടനെ തന്നെ ഗൊറിയാമി ഇപ്പോ നമ്മുടെ മാർട്ടിനെ നോക്കിയിട്ട് പല്ലിറുക്കിയൊരു കാര്യം പറയാണ്, നിനക്ക് ഗോൺസാലസിന്റെ ഭാര്യ മാത്രമേ കിട്ടിയുള്ളൂ അല്ലടാ, ഇനി എങ്ങാനും ഇത് ആവർത്തിച്ചു കഴിഞ്ഞാൽ നിന്റെ കഴുത്ത് ഞാൻ അറക്കുന്നു പറഞ്ഞിട്ട് വളരെ ദേഷ്യത്തിൽ ഗൊറിയാമി അവിടുന്ന് പോവാണ്. എന്നാൽ അവൻ പോയി കഴിഞ്ഞപ്പോഴാണ് ബസ്താരസ് മാർട്ടിനോട് ഒരു കാര്യം പറയുന്നത്, നീ എന്തായാലും ഒന്ന് സൂക്ഷിച്ചോ, അവന്റെ ഉള്ളിൽ ചില ദുരുദ്ദേശങ്ങളുണ്ട്. എന്തായാലും ഗൊറിയാമിയുടെ ഉള്ളിൽ ആ ഒരു ദുരുദ്ദേശത്തെക്കുറിച്ച് നന്നായിട്ട് തന്നെ ഡോണയ്ക്ക് അറിയാം. അവളാണെങ്കിൽ നല്ല പേടിയിലാണ് ഈ ഒരു യാത്രയിൽ. എന്നാൽ ഈ സമയത്താണ് അവൾക്ക് ആകെ ഉണ്ടായിരുന്ന കൂട്ടായിട്ടുള്ള അവളുടെ പരിചാരിക ലാപർദ പാമ്പുകടിയേറ്റ് ദാരുണമായിട്ട് മരിച്ചു പോകുന്നത്. ലാപർദയെ രക്ഷിക്കാനായിട്ട് അവരെ കൊണ്ട് ആരെ കൊണ്ടും കഴിഞ്ഞില്ല കേട്ടോ. എന്തായാലും അവൾ മരിച്ചുപോയി. അതുകൊണ്ട് തന്നെ മാന്യമായ രീതിയിലുള്ള ഒരു സംസ്കാര ചടങ്ങ് അവൾക്ക് വേണ്ടി നടത്തണം എന്ന് പറയാണ്. അവളിവിടെ മാന്യമായ രീതിയിൽ കുഴിച്ചിടണം എന്ന് പറയുന്നുണ്ട്. എന്നാൽ ആ കൂട്ടത്തിലെ ഒരു പട്ടാളക്കാരന് അതൊട്ടും ഇഷ്ടാവുന്നില്ല. കാരണം എന്താണെന്നറിയോ, ഇപ്പം മരിച്ചിരിക്കുന്നത് വെറും ഒരു പരിചാരികയാണ്. നമ്മുടെ കൂട്ടത്തിലെ ഒരുപാട് യോദ്ധാക്കൾ ഇതിനു മുന്നേ മരിച്ച സമയത്ത് നമ്മൾ അവരെ ആരെയും കുഴിച്ചു മൂടിയിട്ടില്ല, എല്ലാവരെയും ഉപേക്ഷിച്ച് വരികയാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ വേലക്കാരിയും ഇവിടെ ഉപേക്ഷിച്ചാൽ മതി. അതിൽ കൂടുതലായിട്ടുള്ള ബഹുമാനോ ബാക്കിയുള്ള ചടങ്ങുകളോ കാര്യങ്ങളോ ഒന്നും അവർക്ക് വേണ്ടി ചെയ്യേണ്ടതില്ല. എന്നാൽ ഡോണ നിർബന്ധമായിട്ടും അവളെ നല്ല രീതിയിൽ കുഴിച്ചു മൂടണം എന്ന് വാശി പിടിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഗോൺസാലോ അത് ചെയ്യാന്ന് തീരുമാനിക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ ആ ആള് വന്നിട്ട് പറയാണ്, എടാ വയസ്സാ, നിനക്ക് നിന്റെ കെട്ടിയോളെ പേടിയാണല്ലേ. ആ രീതിയിൽ മോശമായിട്ട് സംസാരിച്ചപ്പോൾ ഗോൺസാലോ അവന്റെ മുഖത്ത് നോക്കി ഒരൊറ്റ അടിയടിക്കുന്നുണ്ട്. ദേഷ്യം വന്ന അവൻ വാളെടുത്ത് ഗോൺസാലോയുടെ നേർക്ക് വന്നപ്പോൾ ബസ്താരസ് അവന്റെ കാലിനിട്ട് വെട്ടി അവനെ നിലത്തിടുകയാണ്. മാത്രമല്ല ഇവനെയും ഗരോട്ട് ചെയ്ത് കൊന്നുകളയാൻ വേണ്ടി ഗോൺസാലോ പറയുന്നുണ്ട്. എന്നാൽ അതിന് നമ്മുടെ ആൽഫ്രസ് ഗൊറിയാമി സമ്മതിക്കുന്നില്ല. ഇനിയും ഒരു യോദ്ധാവിനെ ഈ രീതിയിൽ അപമാനിക്കേണ്ട, അവനെ കൊന്നാ പോരെ എന്ന് പറഞ്ഞിട്ട് ഗൊറിയാമി എന്താക്കി, ഒരു കത്തിയെടുത്ത് അവന്റെ വയറ്റിൽ കുത്തിയിറക്കി അവനെ കൊന്നുകളയാണ്. എന്നാൽ സത്യത്തിൽ ഇത് ആൽഫ്രസ് ഗൊറിയാമിയുടെ ഒരു തന്ത്രമായിരുന്നു. അതായത് ഈ സംഭവത്തോട് കൂടിയിട്ട് ബാക്കിയുള്ള ആളുകൾക്ക് ഗോൺസാലസിനോടുള്ള താല്പര്യം ചെറുതായിട്ടെങ്കിലും കുറയെന്ന് ഗൊറിയാമിക്ക് നന്നായിട്ട് അറിയായിരുന്നു. കൂട്ടത്തിലെ ഒരു യോദ്ധാവിനെ അപമാനിച്ചുകൊണ്ട് കൊല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ കൊന്നുകളഞ്ഞാൽ അവർക്ക് ചെറിയൊരു ഇഷ്ടം തന്നോട് വരുമല്ലോ എന്ന ആ ഒരു കുറുക്കൻ ബുദ്ധിയുണ്ടല്ലോ, അത് അവൻ അവിടെ ഉപയോഗിച്ചു. എന്തായാലും ആ തന്ത്രം വിജയിച്ചു. കാരണം ആ കൂട്ടത്തിൽ ചില ആളുകൾക്ക് ഗോൺസാലസിനോടുള്ള താല്പര്യം കുറഞ്ഞു വന്നു. അവരെന്തൊക്കെയോ പെറുപിറുക്കാൻ തുടങ്ങി. എന്തായാലും ഇത് നല്ല രീതിയിൽ തന്നെ ഗൊറിയാമി ഉപയോഗിക്കുന്നുണ്ട്. അതായത് അവരെ എല്ലാവരെയും ഗൊറിയാമി സ്വാധീനിക്കാൻ തുടങ്ങുകയാണ്. പതിയെ പതിയെ ആ ഒരു ഗ്രൂപ്പിന്റെ കൺട്രോൾ തന്നെ ഗൊറിയാമിയുടെ കയ്യിലേക്ക് പതിയെ വരുന്നുണ്ട്. ഒരു പരിധി വരെ ആ ഗ്രൂപ്പിനെ അവനാണ് ഇപ്പൊ മുന്നോട്ടേക്ക് നയിക്കുന്നത്. മാത്രമല്ല ഗൊറിയാമി ആ കൂട്ടത്തിലെ ജെർമിലോ എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, അവനാണ് വിവരങ്ങളെല്ലാം ഇവർക്ക് എത്തിച്ചു കൊടുക്കുന്നത്. ജെർമിലോയും വേറൊരു രണ്ടാൾക്കാരെയും കൂടെ ഇവർ വന്ന വഴിയിലേക്ക് തന്നെ തിരിച്ചുവിടുകയാണ്. കാരണം ആ മെഡ്രാനോ എവിടം വരെ എത്തിയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ജെർമിലോയും ബാക്കിയുള്ള രണ്ടാൾക്കാരും കൂടെ നേരെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. കുറച്ചധികം സമയം കഴിഞ്ഞപ്പോൾ ജെർമിലോ മാത്രം തിരിച്ചു വരികയാണ്. അവന്റെ കൂടെ പോയ രണ്ടുപേരെയും മെഡ്രാനയുടെ ആൾക്കാർ കൊന്നുകളഞ്ഞു. അവൻ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു വന്നു എന്നാണ് ജെർമിലോ പറയുന്നത്. മാത്രമല്ല മെഡ്രാനയുടെ ആ ഒരു കൂട്ടത്തെ വഴിതിരിച്ചു വിടാനായിട്ട് ജെർമിലോ ചില തന്ത്രങ്ങളും ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയാണ്. എന്തായാലും ഒരു നേരിയ ആശ്വാസം ഇവർക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. കാരണം അവരെ വഴി തിരിച്ചു വിടാൻ വേണ്ടിയിട്ട് ജെർമിലോ ചില തന്ത്രങ്ങൾ ഉപയോഗിച്ചു എന്ന് പറയുന്നില്ലേ. അതുകൊണ്ട് തന്നെ മെഡ്രാനോയും അയാളുടെ സംഘവും പെട്ടെന്നൊന്നും ഇവരെ കണ്ടുപിടിക്കാൻ പോകുന്നില്ല. എന്തായാലും കുറച്ച് സമയം കിട്ടുമെന്ന് ഗൊറിയാമിക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ ആ ഗ്രൂപ്പിന്റെ പൂർണ്ണ കൺട്രോൾ പ്രത്യക്ഷമായി തന്നെ ഏറ്റെടുക്കാനുള്ള പരിപാടികൾ അവൻ തുടങ്ങുകയാണ്. എല്ലാവരെയും ഏകദേശം ആൽഫ്രസ് ഗൊറിയാമി അവന്റെ വഴിക്കാക്കുന്നുണ്ട്. എന്നാൽ ആ കൂട്ടത്തിൽ ഒരാൾ മാത്രം തലതിരിഞ്ഞ് നിൽക്കുകയാണ്. മറ്റാരുമല്ല, നമ്മുടെ മാർട്ടിൻ ദാവിയോ. മാർട്ടിൻ അവൻ പറയുന്നത് കേട്ട് അവന്റെ ഫാലത്തൂകി
പുറകെ അങ്ങനെ നിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഗൊറിയാമി മാർട്ടിൻ്റെ അടുത്തേക്ക് ചെന്ന് അവനോടൊരു കാര്യം പറയുന്നുണ്ട്. എൻ്റെ ഉള്ളിൽ ചില പദ്ധതികളുണ്ട്. വെറുതെ അനാവശ്യമായിട്ട് എനിക്ക് കുറുകെ വന്ന് നിൽക്കാൻ നിൽക്കരുത്. നിന്നാ നിന്റെ കഴുത്ത് ഞാൻ വെട്ടെന്ന് പറഞ്ഞിട്ട് മാർട്ടിൻ ദാവിയെ ഇപ്പോൾ ഗൊറിയാമി ഭീഷണിപ്പെടുത്തുകയാണ്. ആ ഭീഷണിയിൽ മാർട്ടിൻ പേടിച്ചിട്ടൊന്നുമില്ലെങ്കിലും എന്താണ് ശരിക്കും ഗൊറിയാമി ചെയ്യാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് മാർട്ടിന് വലിയ വ്യക്തതയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കൂട്ടത്തിലെ തലമൂത്ത രണ്ടുപേരുണ്ടല്ലോ, ബസ്താറസും അതുപോലെ തന്നെ ബാർബാത്തിയും, ഇവർ രണ്ടുപേരും മാത്രമേ മാർട്ടിന് വിശ്വാസം ഉണ്ടായിരുന്നുള്ളൂ. അവരോട് കാര്യങ്ങൾ ചെന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ അവർ പറയുന്നത് ഞങ്ങൾക്കൊന്നും അറിയില്ല എന്നാണ്. അതുപോലെ തന്നെ ബസ്താരസ് ഇപ്പൊ നമ്മുടെ മാർട്ടിനെയും അതുപോലെ തന്നെ ഇന്ത്യയെയും ചുറ്റുഭാഗം നിരീക്ഷിക്കാനായിട്ട് കുറച്ച് അകലേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. എന്നാൽ അതിന്റെ പിന്നിൽ വ്യക്തമായ ഒരു കാര്യം ഉണ്ടായിരുന്നു. അതെന്താണെന്ന് നിലവിൽ ഇപ്പൊ മാർട്ടിന് മനസ്സിലായിട്ടില്ല. എന്തായാലും ബസ്താരസ് പറഞ്ഞതുപോലെ തന്നെ മാർട്ടിനും അതുപോലെ ഇന്ത്യയോ രണ്ടുപേരും കൂടെ ചുറ്റുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കാനായിട്ട് കുറച്ച് അകലേക്ക് പോകുന്നുണ്ട്. അവിടെ എത്തിയപ്പോഴും മാർട്ടിൻ ആകെ ആശയക്കുഴപ്പത്തിലാണ്. എന്താണ് ശരിക്കും ഇവിടെ സംഭവിക്കുന്നത്? ഇപ്പോഴാണ് ഇന്ത്യയോ എന്താണ് അവിടെ നടക്കാൻ പോകുന്നത് എന്ന് മാർട്ടിനോട് പറയുന്നത്. അതായത് ഗൊറിയാമി അധികം വൈകാതെ ഗോൺസാലസിനെ കൊന്നുകളഞ്ഞ് അയാളുടെ ഭാര്യയെ സ്വന്തമാക്കും. നീ അവിടെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നീ അതിനെ തടുക്കാൻ നോക്കും. അപ്പൊ എല്ലാവരും കൂടെ നിന്നെ കൊന്നുകളയും. അത് സംഭവിക്കാതിരിക്കാനാണ് ബസ്താരസ് എന്റെ കൂടെ നിന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത്. അപ്പൊ ഈ ഒരു കാര്യം കേട്ട് ശരിക്കും മാർട്ടിൻ ഞെട്ടിപ്പോവാണ്. ഇതേ സമയം തന്നെ ഗോൺസാലസിനെ അയാളുടെ കൂടാരത്തിൽ നിന്നും എല്ലാവരും പുറത്തേക്ക് വിളിച്ചു വരുത്തുകയാണ്. എല്ലാവരുടെ നിൽപ്പും ഭാവവും കണ്ടപ്പോൾ തന്നെ ഗോൺസാലസിന് ചതി മനസ്സിലായി കേട്ടോ. അയാൾ എന്തെങ്കിലും ചെയ്യുന്നതിന് മുന്നേ തന്നെ എല്ലാവരും വട്ടം കൂടി നിന്ന് അയാളെ ക്രൂരമായിട്ട് കൊന്നുകളയാണ്. ഈ സംഭവം അറിഞ്ഞ് പുറത്തേക്ക് വന്ന ഡോണ് കാണുന്നത് മരിച്ചു കിടക്കുന്ന അവളുടെ ഭർത്താവായിട്ടുള്ള ഡോൺ ഗോൺസാലസിന്റെ ശവശരീരമാണ്. അത് കെട്ടിപ്പിടിച്ച് അവൾ കുറെ നേരം കരഞ്ഞു. പിന്നീട് അവളുടെ സേഫ്റ്റിക്കായിട്ട് തന്നെ വാളെടുത്ത് എല്ലാവർക്കും നേരെ അവൾ വീശുന്നുണ്ട്. എന്നാൽ ഒരു പെണ്ണല്ലേ, ഒരു യോദ്ധാവൊന്നുമല്ല. അവൾക്ക് എത്ര നേരം പിടിച്ചു നിൽക്കാൻ കഴിയും? അധികം വൈകാതെ അൽഫറസ് ഗൊറിയാമി അവളെ കീഴ്പ്പെടുത്തുകയാണ്. അവളെ ആ ഒരു കൂടാരത്തിന്റെ ഉള്ളിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നുണ്ട്. ആ രാത്രിയിൽ പൂർണ്ണമായിട്ടും ശാരീരികമായിട്ട് ഡോണയെ അവൻ പ്രാപിക്കുകയാണ്. അവളെ കീഴ്പ്പെടുത്തി. മാത്രമല്ല ആ ഗ്രൂപ്പിന്റെ തലവനായിട്ട് അൽഫറസ് ഗൊറിയാമി മാറുകയാണ്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് മാർട്ടിൻ അങ്ങോട്ടേക്ക് എത്തുന്നത്. അവൻ എത്തിയ പാടിന് ബസ്താരസ് അവന്റെ അടുത്തേക്ക് ചെന്ന് ഒരു കാര്യം പറയുന്നുണ്ട്. അനാവശ്യമായിട്ട് ഒരു കാര്യത്തിലും ഇടപെടാൻ നിൽക്കരുത്. കാരണം ഇപ്പൊ നമ്മുടെ ലീഡർ അവനാണ്. നിന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ജീവൻ പോകണ്ടെങ്കിൽ അടങ്ങി ഒതുങ്ങി നിന്നോ എന്ന് ബസ്താരസ് പറഞ്ഞെങ്കിലും ഈ കാര്യമൊന്നും മാർട്ടിൻ കേട്ടില്ല കേട്ടോ. മുന്നോട്ടേക്കുള്ള യാത്രയിൽ ഓരോ ദിവസവും രാത്രി ആരും അറിയാതെ ഡോണയെ കാണാൻ വേണ്ടിയിട്ട് മാർട്ടിൻ ദാവിയെ പോവുമായിരുന്നു. സത്യം പറഞ്ഞാൽ അത് ഡോണയ്ക്ക് വലിയൊരു ആശ്വാസമായിരുന്നു കേട്ടോ. പിന്നീടുള്ള പല രാത്രിയിലും മാർട്ടിൻ ദാവിയ ഡോണയെ കാണാനായിട്ട് ആ കൂടാരത്തിൽ വരുമായിരുന്നു. ഈ കാര്യത്തിൽ ഗൊറിയാമിക്ക് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും മാർട്ടിനെ തെളിവോട് കൂടിയിട്ട് പിടിക്കാൻ അയാളെ കൊണ്ട് കഴിഞ്ഞില്ല. എന്തായാലും വീണ്ടും ദിവസങ്ങൾ മുന്നോട്ടേക്ക് പോവാണ്. ഇവർ ഉൾക്കാട്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയും തോറും ഈ ഗോത്രവർഗ്ഗക്കാരുടെ പ്രശ്നം, അവരുമായിട്ടുള്ള യുദ്ധം, അത് കാരണം കൂട്ടത്തിലെ ഓരോ ആൾക്കാരായിട്ട് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അതിനു പുറമെ കൊതുകുകള്, വിഷപ്രാണികള്, ഇതെല്ലാം കാരണം ചില അസുഖങ്ങളും അവർക്ക് വരുന്നുണ്ട്. അങ്ങനെയും ചിലരൊക്കെ മരിക്കുന്നുണ്ട്. ആളുകളുടെ എണ്ണം കുറഞ്ഞിട്ടും അവർ വീണ്ടും മുന്നോട്ടേക്ക് തന്നെ പോവാണ്. അങ്ങനെ ഒരു ദിവസം ഇവരുടെ മുന്നിലേക്ക് അവിടെയുള്ള ഗോത്രവർഗ്ഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി അറിയാതെ വന്ന് പെട്ടുപോവാണ്. എന്നാൽ അവളെ ഒറ്റയടിക്ക് ഇവർ കൊല്ലാൻ നിൽക്കുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ ആ ഒരു പെൺകുട്ടി അവിടെ ഉണ്ടായിരുന്ന ഫാദർ വർഗാസിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. മാത്രമല്ല അയാളുടെ കഴുത്തിൽ കണ്ട ഒരു കുരിശ്, ആ കുരിശ് കണ്ടപ്പോൾ ഇതുപോലത്തെ ഒരെണ്ണം ഞാൻ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ട്. ഇതുപോലത്തെ മാലയിട്ട ഒരാൾ ഞങ്ങളുടെ ഗ്രാമത്തിലുണ്ട് എന്ന് ആ പെൺകുട്ടി പറയാണ്. അവൾ പറഞ്ഞത് സത്യമാണെങ്കിൽ സ്വർണം തേടി ഇതിനു മുന്നേ ഇങ്ങോട്ടേക്ക് വന്ന ആരോ ഒരാളാണത്. ഇവരെല്ലാവരും വേഗം തന്നെ ആ ഗ്രാമത്തിലേക്ക്, അതായത് ഈ പെൺകുട്ടി താമസിക്കുന്ന ആ ഗോത്രവർഗ്ഗം ഉണ്ടല്ലോ, അവര് താമസിക്കുന്ന ആ ചെറിയ ഗ്രാമത്തിലേക്ക് പോവാണ്. അവിടെ എത്തിയ സമയത്ത് ആ പെൺകുട്ടി പറഞ്ഞതുപോലെ തന്നെ ഒരാളെ അവിടെ വെച്ച് ഇവര് കാണുന്നുണ്ട്. അയാളുടെ പേര് മാനുവൽ എന്നായിരുന്നു. അയാളുടെ കഥ പറയുന്നുണ്ട്. അതായത് 8 വർഷങ്ങൾക്ക് മുന്നേ അയാളും അയാളുടെ കൂട്ടക്കാരും കൂടെ സ്വർണം തേടി ഈ കാട്ടിലേക്ക് വന്നതാണ്. എന്നാൽ ഈ കാട്ടിൽ അത്യധികം ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ടീമുണ്ട്, കരീബിയൻസ്, നരഭോജികളാണ്. അവരുടെ കയ്യിൽപ്പെട്ട് മാനുവലിന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന എല്ലാവരും മരിച്ചുപോയി. ഈ മാനുവൽ മാത്രം എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതല്ല, രക്ഷപ്പെടുത്തിയതായിരുന്നു ഈ ഗോത്രവർഗ്ഗക്കാര്. എന്തായാലും അതിനുശേഷം ഇവിടെയുള്ള ഒരു സ്ത്രീയും കല്യാണം കഴിച്ച് എല്ലാ ആഗ്രഹങ്ങളും ഉപേക്ഷിച്ച് അവരെ പോലെ തന്നെ കഴിഞ്ഞ 7-8 വർഷമായിട്ട് ഈ മാനുവൽ ഇവിടെ ജീവിക്കുകയായിരുന്നു. എന്തായാലും സ്വർണം തേടി പോകാനൊന്നും ഇനി മാനുവലിന് ആഗ്രഹമില്ല. പക്ഷേ ഇവർ സ്വർണം തേടി പോവാണല്ലോ, അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്കുള്ള വഴിയും കാര്യങ്ങളൊക്കെ മാനുവൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. 2 ദിവസം കൂടെ പോയാൽ വലിയൊരു പർവ്വതത്തിന്റെ അടുത്തേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയും. അതിനപ്പുറമാണ് നിങ്ങൾ തേടി പോകുന്ന ആ സ്വർണ്ണ നഗരമുള്ളത്. എന്നാൽ 2 ദിവസം മാത്രമുള്ള ഈ യാത്ര അത് അത്ര എളുപ്പമായിരിക്കില്ല. കരീബിയൻസിനെ പോലെയുള്ള ഒരുപാടധികം നരഭോജികളായിട്ടുള്ള ഗോത്രങ്ങൾ ആ പർവ്വതത്തിന്റെ പല ഭാഗത്തായിട്ടുണ്ട്. എങ്ങാനും അവരുടെ കണ്ണിൽ പെട്ടുകഴിഞ്ഞാൽ തിരിഞ്ഞോടിക്കൊള്ളുക, അവരോട് പോരാടാൻ നിൽക്കരുത്. അതുപോലെ തന്നെ ഒരു കാരണവശാലും
ഒരു ഗോത്രത്തിന്റെ കണ്ണിൽ നിങ്ങൾ പെടാനേ പാടില്ല. ആ ഗോത്രത്തിൽ ആകെയുള്ളത് സ്ത്രീകൾ മാത്രമാണ്. പുരുഷന്മാരെ എവിടെ വെച്ച് കണ്ടാലും ക്രൂരമായിട്ട് ആ സ്ത്രീകൾ കൊന്നുകളയും. വല്ലപ്പോഴും ചില ഗോത്രങ്ങളിലേക്ക് കടന്നു കയറി ഒരു പുരുഷനെ അവർ തട്ടിക്കൊണ്ടുപോകും. എന്നിട്ട് അതിലൂടെ ഇവരെല്ലാവരും ഗർഭം ധരിക്കും. അതിനുശേഷം ആ ഒരു പുരുഷനെ അവർ കൊന്നുകളയും. ജനിക്കുന്ന കുഞ്ഞ് അതാണെങ്കിൽ അതിനെ അപ്പം തന്നെ കൊന്നുകളയും. പെൺകുട്ടിയാണെങ്കിൽ അവരതിനെ പരിശീലിപ്പിക്കും. മാത്രമല്ല ആ ഗോത്രത്തിൽ വെറും സ്ത്രീകൾ മാത്രമാണ് എന്ന് കരുതിയിട്ട് അവരെ വില കുറച്ച് കാണാൻ നിൽക്കണ്ട. ആ കൂട്ടത്തിൽ ഒരു സ്ത്രീക്ക് 5 പുരുഷന്മാരുടെ ശക്തിയുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും അവരുടെ കണ്ണിൽ നിങ്ങൾ പെടാൻ നിൽക്കണ്ട എന്ന് പറയാണ്. എന്തായാലും ഇപ്പൊ മാനുവലിന്റെ ഉപദേശം എല്ലാം ഇവർ സ്വീകരിക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ തന്നെ ഇവർ യാത്രയാവുകയാണ്. യാത്രയിൽ ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ ആ ഒരു ഗോത്രം കൊടുത്തയക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് സമയം കഴിയാണ്. ആ യാത്രയിലാണ് നമ്മുടെ മാർട്ടിൻ ദാവിയോ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഇവർ പോകുന്ന വഴിയിലെല്ലാം ചെറിയ കഷ്ണം വെള്ള തുണികൾ അവിടെ ഇവിടെയായിട്ട് തൂങ്ങിക്കെടുക്കുകയാണ്. കുറച്ചു നേരം ഇതാരോ വെക്കുന്നതെന്ന് മാർട്ടിൻ ദാവിയോ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതോടുകൂടിയിട്ട് അവരുടെ കൂട്ടത്തിലെ ആ ചതിയനെ മാർട്ടിൻ ദാവിയോ മനസ്സിലാക്കുകയാണ്. ഇതേ സമയം തന്നെ ജെർമിലോ അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയോ ഇവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ചെന്ന മാർട്ടിൻ ഒരക്ഷരം പോലും പറയാതെ ജെർമിലോയെ കുത്തി കൊന്നുകളയാണ്. ഈ ജെർമിലോയാണ് ഇവർക്ക് വേണ്ട എല്ലാ വിവരങ്ങളും ഇവിടെ എത്തിച്ചേരുന്നത്. സത്യം പറഞ്ഞാൽ ഇവരുടെ കൂട്ടത്തിലെ ഒരു സന്ദേശവാഹകനാണ് ഈ ജെർമിലോ. ജെർമിലോയെ മാർട്ടിൻ കൊന്ന സമയത്ത് വളരെ ദേഷ്യത്തിൽ ഗൊറിയാമി അവനോട് തർക്കിക്കാൻ വന്നപ്പോൾ മാർട്ടിൻ പറയാണ്, വെറുതെ തർക്കിക്കാൻ വരണ്ട, നമ്മുടെ കൂട്ടത്തിലെ ചാരൻ അതിവനാണ്. അന്ന് വിവരം ശേഖരിക്കാനായിട്ട് ജെർമിലോയും 2 ആൾക്കാരും പോയിന്ന് പറഞ്ഞല്ലേ, ആ 2 ആൾക്കാരെയും കൊന്നത് ഇവനാണ്. നമ്മളുടെ പിന്നാലെ കറക്റ്റായിട്ട് മെഡ്രാനോ വരുന്നതിന് കാരണവും ഇവൻ തന്നെയാണ്. പോകുന്ന വഴിയിലെല്ലാം ഇവൻ ആ ഒരു തുണി കെട്ടിവെക്കുന്നുണ്ട്. മാർട്ടിൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായി. ഒരു ഞെട്ടലോടെയാണ് എല്ലാവരും ഇത് കേട്ടു നിന്നത് കേട്ടോ. ഇതേ സമയത്ത് തന്നെ ഇവർ ഒരു കാര്യം കാണുകയാണ്. കുറച്ച് ദൂരെ നിന്നും ശക്തമായ കറുത്ത പുകകൾ മുകളിലേക്ക് ഉയരുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ ഇവർക്കൊരു കാര്യം മനസ്സിലായി. ഇവർക്ക് എല്ലാ സഹായം ചെയ്തു കൊടുത്ത മാനുവലിന്റെ ആ ഒരു ഗോത്രം ഉണ്ടല്ലോ, ആ ഗോത്രത്തെ പൂർണ്ണമായിട്ടും ഇവരുടെ പിന്നാലെ വരുന്ന മെഡ്രാനോ നശിപ്പിച്ച് കത്തിച്ചു കളഞ്ഞു. അതിന്റെ പുകയാണ് ആ കാണുന്നത്. അതായത് മെഡ്രാനോ ഏകദേശം ഇവരുടെ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ ഗൊറിയാമി നമ്മുടെ മാർട്ടിനോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈ സമയത്ത് മാർട്ടിൻ ഗൊറിയാമിക്ക് ഒരു വഴി പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ചെയ്യാമെന്നും ഗൊറിയാമി പറയാണ്. ഇതിനുശേഷം നമ്മുടെ മാർട്ടിൻ അതുപോലെ തന്നെ ഡോണ 1-2 പേര് ഇവരുടെ കൂട്ടത്തിൽ ഫാദർ വർഗാസ് ഒരു 6 പേരടങ്ങുന്ന ഒരു ടീം കാടിന്റെ ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. അധികം വൈകാതെ അങ്ങോട്ടേക്ക് മെഡ്രാനോയും അവന്റെ ടീമും വരുന്നുണ്ട്. വന്ന പാട് തന്നെ മെഡ്രാനോ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഗോൺസാലസിന്റെ ടീമിൽപ്പെട്ട ആൾക്കാരല്ലേ? ബാക്കിയുള്ളവരൊക്കെ എവിടെയെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും മരിച്ചുപോയി, ഞങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് പറയാണ്. പിന്നീട് അവരെ സൂക്ഷ്മമായി നോക്കിയ മെഡ്രാനോ പറയാണ്, ദാ ഈ കാണുന്ന സ്ത്രീ ഉണ്ടല്ലോ, അവളെ മാത്രം വിട്ടയച്ച് ബാക്കിയുള്ള എല്ലാവരും കൊന്നു കളഞ്ഞേക്കെന്ന് പറയാണ്. ഇത് തന്നെയാണ് മെഡ്രാനോ പറയാൻ പോകുന്നതെന്ന് നമ്മുടെ മാർട്ടിന് നന്നായിട്ട് അറിയായിരുന്നു. കാരണം ഒരു സ്ത്രീയെ കാണുന്ന സമയത്ത് ഒറ്റയടിക്ക് ഇവരെ കൊല്ലാൻ നിൽക്കില്ല, പകരം ഒന്ന് സംസാരിക്കും. ആ ഒരു ഗ്യാപ്പ് തന്നെയായിരുന്നു നമ്മുടെ മാർട്ടിനും വേണ്ടത്. എന്തായാലും മെഡ്രാനോ അങ്ങനെ പറഞ്ഞതും കയ്യിലുണ്ടായിരുന്ന കത്തിയെടുത്തു സെക്കൻഡുകൾ കൊണ്ട് മെഡ്രാനോ നെഞ്ചിലേക്ക് മാർട്ടിൻ കുത്തിയിറക്കുകയാണ്. അയാൾ സ്പോട്ടിൽ മരിച്ചു. അടുത്ത സെക്കൻഡിൽ തന്നെ അവിടെ ഒളിച്ചിരുന്ന ഗൊറിയാമിയും അയാളുടെ ആൾക്കാരും കൂടെ അങ്ങോട്ടേക്ക് ചാടി വീഴുന്നുണ്ട്. ബാക്കിയുള്ളവർക്ക് അവരുടെ ആയുധം പോലും എടുക്കാനുള്ള സമയം കിട്ടിയില്ല. ഒരു മിന്നൽ ആക്രമണമായിരുന്നു. മെഡ്രാനോയുടെ കൂട്ടത്തിലെ ഒരുവിധം എല്ലാ ആൾക്കാരെയും ഗൊറിയാമിയുടെ ആൾക്കാർ കൊന്നു തള്ളുന്നുണ്ട് കേട്ടോ. അവസാനം ഒരു 6 പേര് മാത്രം ബാക്കിയായി. അവരെയും കൊല്ലാനായിട്ട് ഈ ഗൊറിയാമി പറഞ്ഞപ്പോൾ മാർട്ടിൻ പറയാണ്, അവരെ കൊല്ലേണ്ട ആവശ്യമില്ല, കാരണം ഈ 6 പേരും നല്ല പോരാളികളാണ്. മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് ഒരുപാട് നരഭോജികളെ നമ്മൾ നേരിടേണ്ടി വരും. നമ്മുടെ അംഗസംഖ്യ കുറച്ച് കൂടുന്നത് നല്ലതല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഗൊറിയാമി അതിന് സമ്മതിക്കുകയാണ്. മാത്രമല്ല ബാക്കിയുള്ള ആ 6 പേരോട് ചോദിച്ചപ്പോൾ അവരും പറയാണ്, ഞങ്ങൾ നിങ്ങളുടെ ടീമിൽ ചേർന്നോളാണ്. അങ്ങനെ ഇവരെല്ലാവരും കൂടെ വീണ്ടും മുന്നോട്ടേക്ക് യാത്രയാവുകയാണ്. മാനുവല് ഇവർക്ക് പറഞ്ഞു കൊടുത്ത ആ ഒരു വഴി, അതിലൂടെ പോകണമെങ്കിൽ ഒരു എളുപ്പ വഴിയുണ്ട്. ആ എളുപ്പ വഴിയിലൂടെ പോകണമെങ്കിൽ കരീബിയൻസ് എന്ന ആ നരഭോജികളെ താണ്ടി വേണം പോകാനായിട്ട്. എന്തായാലും ആ ഒരു സ്ഥലത്തേക്ക് ഇവരെത്തിയിട്ടുണ്ട്. അവിടെ അവരെത്തിക്കഴിഞ്ഞപ്പോൾ 2 മനുഷ്യരുടെ തലയൊട്ടി ഒരു കമ്പിൽ കുത്തിവെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു മനുഷ്യന്റെ തൊലി അത് ഉരിഞ്ഞു വെച്ച് ആ കമ്പിൽ അത് കെട്ടിവെച്ചിട്ടുമുണ്ട്. അതായത് ഇങ്ങോട്ടേക്ക് കടക്കുന്നവർക്ക് ഇതായിരിക്കും അവസ്ഥ എന്ന രീതിയിലുള്ള ഒരു വാണിംഗ് ആയിരുന്നു അത് കണ്ടപാട് തന്നെ ആ കൂട്ടത്തിൽ എല്ലാവരും ഒന്ന് പേടിച്ച് പകച്ചു പോകുന്നുണ്ട്. മുന്നോട്ടേക്ക് ഇനി പോകണോ വേണ്ടയോ എന്ന് വരെ അവരൊന്ന് ആലോചിച്ചു പോവാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ കുറേ നേരം അവരവിടെ തന്നെ ഇരിക്കുകയാണ്. ഇതിങ്ങനെ ഇരുന്നുകൊണ്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ അൽഫറസ് ഗൊറിയാമി ഇവരുടെ ടീം ലീഡർ ആ കൂട്ടത്തിൽ നിന്നും ഒരു 3 ആളെ സെലക്ട് ചെയ്യാണ്. എന്നിട്ട് പറയാണ്, നിങ്ങൾ തൽക്കാലം ഒന്ന് മുന്നോട്ടേക്ക് പോയി നോക്കിയിട്ട് വാ, എന്താണ് അവസ്ഥ എന്ന് അറിഞ്ഞിട്ട് വാ. എന്നാൽ ഈ 3 പേർക്കും അറിയായിരുന്നു മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കുറവാണെന്ന്. അപ്പൊ ആ കൂട്ടത്തിലെ ഒരാൾ നേരെ വരുന്നത് നമ്മുടെ മാർട്ടിന്റെ അടുത്തേക്കാണ്. എന്നിട്ട് മാർട്ടിനോട് പറയുന്നുണ്ട്, ഇനി എങ്ങാനും സ്വർണം കിട്ടിക്കഴിഞ്ഞാൽ നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അതിന് ചെറിയൊരു വിഹിതം എന്റെ അമ്മയ്ക്കൊന്ന് കൊടുക്കണേ. ഇത് പറഞ്ഞിട്ട് അയാൾ മുന്നോട്ടേക്ക് പോകണേ. ഇതേ സമയത്ത് തന്നെ ആ ആളോട് ബസ്താറസ് ഒരു കാര്യം പറയുന്നുണ്ട്, എങ്ങാനും കരീബിയൻസിന്റെ കയ്യിൽ പെട്ടുകഴിഞ്ഞാൽ സ്വന്തം
സ്വന്തം ചങ്കിലേക്ക് കത്തി കുത്തി കയറ്റി അപ്പം തന്നെ സ്വയം ചത്തോണം എന്ന് പറയാണ്. അതായത് ജീവനോട് ഒരിക്കലും അവരുടെ കയ്യിൽ പെടാൻ പാടില്ല എന്ന്. എന്തായാലും അവർ 3 പേരും മുന്നോട്ടേക്ക് പോവാണ്. കുറച്ചുനേരം ശബ്ദമൊന്നും കേട്ടില്ല. എന്നാൽ അല്പനേരം കഴിഞ്ഞപ്പോൾ ഒരു വെടിയൊച്ച, അതുപോലെ തന്നെ ചില നിലവിളികളും കരച്ചിലും ഇതെല്ലാം കേൾക്കുന്നുണ്ട്. ഇത് കേട്ട ഗൊറിയാമിക്കും അയാളുടെ കൂടെയുള്ള എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായി. ആ പോയ 3 പേരുടെ കാര്യത്തിലും ഒരു തീരുമാനമായിട്ടുണ്ട്. എല്ലാവരും വീണ്ടും നല്ലോണം ഒന്ന് പേടിച്ചു പോയി. മുന്നോട്ടേക്ക് പോകണോ വേണ്ടയോ എന്നുള്ള ആശയക്കുഴപ്പത്തിൽ തന്നെയാണ് ഇപ്പോഴും. പക്ഷേ അല്പനേരം കഴിഞ്ഞപ്പോൾ രണ്ടും കൽപ്പിച്ച് മുന്നോട്ടേക്ക് പോകാമെന്ന് തന്നെ അവർ തീരുമാനിക്കുകയാണ്. കഥയുടെ ബാക്കി കേൾക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പറ്റുവാണെങ്കിൽ വീഡിയോ അതൊന്ന് ലൈക്ക് ചെയ്യണേ. ഓക്കെ, ഇപ്പൊ ഗൊറിയാമിയും അവന്റെ ആൾക്കാരും രണ്ടും കൽപ്പിച്ച് മുന്നോട്ടേക്ക് തന്നെ പോവാണ്. പെട്ടെന്നാണ് വിഷയമ്പുകൾ വന്നിട്ട് ഓരോരുത്തരുടെ കഴുത്തിൽ തുളച്ചു കയറാൻ തുടങ്ങുന്നത്. അപ്പം തന്നെ അപകടം മനസ്സിലായി എല്ലാവരും കാട്ടിന്റെ ഉള്ളിലേക്ക് പിൻവലിയാണ്. ചെറിയ ചെറിയ കുറ്റിക്കാടും അതുപോലെ തന്നെ മരത്തിന്റെയും പിന്നിൽ പോയിട്ട് അവർ ഒളിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ മുന്നിലേക്ക് ആരും വരുന്നില്ല. ഗൊറിയാമിയും അവന്റെ ആൾക്കാരും അക്ഷമരായിട്ട് കുറച്ചേരം കാത്തിരിക്കുകയാണ്. ഇതേ നേരത്തിന് പെരുമ്പറ മുഴക്കുന്ന ശബ്ദവും കേൾക്കുന്നുണ്ട്. എന്നിട്ടും ആരും അങ്ങോട്ടേക്കൊന്നും വരുന്നില്ല. ഇപ്പോ ഇന്ത്യയോട് എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൻ പറയുന്നത് നമ്മളല്ല പേടിച്ചിരിക്കുന്നത്, ശരിക്കും അവരാണ് പേടിച്ചിരിക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ കയ്യിലെ ആയുധങ്ങളെ അവർ നേരത്തെ കണ്ടിട്ടുണ്ടാവും. എന്തായാലും നമുക്ക് മുന്നോട്ടേക്ക് പോകുന്നു പറഞ്ഞിട്ട് അവർ ആയുധങ്ങളെല്ലാം റെഡിയാക്കി മുന്നോട്ടേക്ക് പോയപ്പോൾ ആ ഗ്രാമത്തിൽ ഒരാളെ പോലും കാണാനില്ല. എന്നാലും ഇവരുടെ ഉള്ളിൽ ചെറിയൊരു ഭയമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ പതിയെ പതിയെ മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് ഒരാളുടെ നെഞ്ചിൽ തന്നെ വലിയൊരു അമ്പ് വന്ന് തുളച്ചു കയറുന്നുണ്ട്. അപകടം മനസ്സിലായി എല്ലാവരും വേഗം തന്നെ മറഞ്ഞിരിക്കുകയാണ്. അതുപോലെ കുറച്ച് അപ്പുറത്തായിട്ട് മരം കൊണ്ടുണ്ടാക്കിയ വലിയൊരു വേലി ഇവരെ കാണുന്നുണ്ട്. അതിനപ്പുറമാണ് ഇവരെല്ലാവരും വിളിച്ചിരിക്കുന്നതെന്ന് ഒറിഗാമിക്കും അവന്റെ കൂടെയുള്ളവർക്ക് മനസ്സിലായി. എന്തായാലും എല്ലാവരും ഒന്നും നോക്കിയില്ല. കയ്യിലുണ്ടായിരുന്ന ഗണ്ണുകൾ ഉപയോഗിച്ച് അങ്ങോട്ടേക്ക് തുരുതുരാ ഷൂട്ട് ചെയ്യാണ്. അവരും തിരിച്ചമ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, വാളും ബാക്കിയുള്ള ആയുധങ്ങളുമായിട്ട് ആ മതിലിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അതിലൂടെ കത്തി കുത്തിക്കയറ്റി അവരെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. കൊല്ലുന്നുമുണ്ട്. ആ കരീബിയൻ ട്രൈബും തിരിച്ചാക്രമിക്കുന്നുണ്ട്. ഇവരുടെ കൂട്ടത്തിൽ ചില ആൾക്കാരും മരിച്ചു പോകുന്നുണ്ട്. എന്തായാലും അവസാനം ഗുരുഗാമിയുടെ ആൾക്കാർ തന്നെ വിജയിക്കുകയാണ് കേട്ടോ. എന്തായാലും ആ യുദ്ധത്തിന് ശേഷം അവരവിടെ പരിശോധിക്കുമ്പോൾ ഒരു കാര്യം കണ്ട് ഞെട്ടിത്തരിച്ചു പോവാണ്. നേരത്തെ ഒരു 3 പേരെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചില്ലേ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാനായിട്ട്, അതിൽ 2 പേരെ ഒരു സ്ഥലത്ത് കെട്ടി തൂക്കിയിട്ട് അതിന്റെ താഴെ തീ കത്തിച്ചു വെച്ചിരിക്കുകയാണ്. അതായത് അവരെ ചുടാൻ വേണ്ടി നോക്കുകയായിരുന്നു ആ കാട്ടുവാസികൾ. ഇത് കണ്ട് ദേഷ്യമെന്ന് ഒറിഗാമി പറയാണ്. ഇവരുടെ കൂട്ടത്തിലെ സ്ത്രീകളെയും കുട്ടികളെയും ഒന്നും കാണാനില്ല, എല്ലാത്തിനെയും തപ്പിപ്പിടിച്ചുകൊണ്ട് വന്ന്. അങ്ങനെ അധികം വൈകാതെ ഗുരുഗാമിയുടെ ആൾക്കാർ അവരെ കണ്ടുപിടിക്കുകയാണ്. സ്ത്രീകളും കുട്ടികളും എല്ലാം അവിടെ ഉണ്ടായിരുന്ന ഒരു കിണറ്റിനുള്ളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. അവരെ കണ്ടുപിടിച്ച് ഗുരുഗാമിയുടെ അടുത്തേക്ക് അവരെ കൊണ്ടുവരുന്നുണ്ട്. ദേഷ്യം കാരണം സ്ത്രീകളെയും കുട്ടികളെയും വെട്ടിക്കൊല്ലാനായിട്ട് ഗുരുഗാമി വന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അവന്റെ മുന്നിലേക്ക് മാർട്ടിൻ ഡാവിയോ ചാടി വീഴുകയാണ്. അവരെ കൊല്ലാൻ പറ്റില്ല എന്ന് പറയാണ്. മാർട്ടിന്റെ കൂടെ ബാർബാത്തിയും അതുപോലെ തന്നെ ഇന്ത്യയും കൂടെ ചേരുന്നുണ്ട് കേട്ടോ. എന്നാൽ ഗുരുഗാമിയുടെ ഒരാള് ഇന്ത്യയോ അപ്പം തന്നെ വെട്ടിക്കൊന്നു കളയുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ബസ്താരസ് ഇന്ത്യയെ കൊന്ന ആളെ കൊന്നിട്ട് നമ്മുടെ മാർട്ടിന്റെ കൂടെ കൂടുകയാണ്. സംഗതി പാളിപ്പോയിന്ന് ഗുരുഗാമിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൻ പറയാണ്, നമുക്കിടയിൽ ഇനിയൊരു പ്രശ്നവും വേണ്ട, നമുക്ക് എന്തായാലും മുന്നോട്ടേക്ക് പോകാം, ഞാൻ അവരെ കൊല്ലുന്നില്ല എന്ന് പറയാണ്. അങ്ങനെ ആ സ്ത്രീകളെയും കുട്ടികളെയും വെറുതെ വിട്ട് ഇവർ വീണ്ടും മുന്നോട്ടേക്ക് പോവാണ്. ഇനി ഇവരുടെ ഈ ഒരു കൂട്ടത്തിൽ വളരെ ചുരുങ്ങിയ ആൾക്കാർ മാത്രമേ ഉള്ളൂ. വിരലിൽ എണ്ണാൻ മാത്രമുള്ള അത്ര ആൾക്കാർ മാത്രം. എന്തായാലും അവർ മുന്നോട്ടേക്ക് തന്നെ പോവാണ്. പോകുന്ന വഴിയിൽ ഫാദർ വർഗാസ് ഒരു ചെളിക്കുണ്ടിലേക്ക് വീഴുന്നുണ്ട് കേട്ടോ. ഒരു ചതുപ്പായിരുന്നു. അയാൾക്ക് അതിൽ നിന്നും സ്വയം രക്ഷപ്പെട്ട് പുറത്തേക്ക് വരാൻ കഴിയുന്നില്ല. രക്ഷപ്പെടുത്താനായിട്ട് ബാക്കിയുള്ളവരോട് പറഞ്ഞെങ്കിലും ആരും ഈ ഒരു ഫാദറിനെ സഹായിക്കാൻ മുന്നോട്ടേക്ക് വന്നില്ല. കാരണം ഇയാളെ കൊണ്ട് വരുന്ന വഴിയിൽ മുഴുവനും ശല്യമായിരുന്നു. വെറുപ്പിക്കുന്ന രീതിയിൽ ഇവരോട് ഉപദേശങ്ങൾ കൊടുത്ത് ഇവരെ ശപിച്ചുകൊണ്ടാണ് വന്നത്. എന്നാൽ ഇയാളത്ര നല്ല ആളാണോ? അല്ല. സ്വർണ്ണം ആഗ്രഹിച്ച് ഇവരുടെ കൂടെ കൂടിയ ആളാണ്. എന്തായാലും അയാളെ ആരും മൈൻഡ് ചെയ്തില്ല. ആ ചെളിക്കുണ്ടിൽ അയാൾ ഉപേക്ഷിച്ച് എല്ലാവരും മുന്നോട്ടേക്ക് പോവാണ്. കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ മാർട്ടിൻ ദാവിയൊക്കെ ഒരു കാര്യം മനസ്സിലായി. ഗുരുഗാമിയും അവന്റെ ആളുകളും കൂടെ ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. മാർട്ടിനെയും ബസ്താരസിനെയും ബാർബാത്തെയും കൊന്നുകൊണ്ട് ഉള്ള സ്വർണം മുഴുവൻ അവർക്ക് ഒറ്റയ്ക്കെടുക്കാനാണ് പ്ലാന്. എന്തിനും ഏതിനും തയ്യാറായി നിൽക്കാൻ വേണ്ടി മാർട്ടിൻ അവരോട് 2 പേരോടും പറയാണ്. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ ഗുരുഗാമി അവന്റെ ഐഡിയ പുറത്തേക്ക് എടുക്കുകയാണ്. ബാർബാത്തിയോടും നമ്മുടെ മാർട്ടിൻ ഡാവിയോസിനോടും കുറച്ച് അപ്പുറത്തേക്ക് പോയിട്ട് കാര്യങ്ങൾ നിരീക്ഷിച്ച് വരാൻ വേണ്ടി പറയുന്നുണ്ട്. അവരിവിടുന്ന് ഒഴിവാക്കുന്നത് ബസ്താരസിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണെന്ന് ഇവർക്ക് 3 പേർക്ക് മനസ്സിലായി. എന്നാൽ അത് മനസ്സിലാക്കിയതുപോലെ ഭാവിക്കാതെ ഇവര് 2 പേരും അവിടുന്ന് പോവാണ്. ബസ്താരസ് ഒന്നും അറിയാത്തതുപോലെ അവിടെ ഇരിക്കുന്നുണ്ട്. എന്തായാലും ആള് കുറഞ്ഞു എന്ന് മനസ്സിലാക്കിയ ഗുരുഗാമി അവന്റെ ഭാഗത്ത് നിൽക്കാത്ത 1-2 പേരെ വീണ്ടും അവിടെ വെച്ച് വെട്ടിക്കൊന്ന് ബസ്താരസിന്റെ അടുത്തേക്ക് പതിയെ
വരാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് കാട്ടിൽ നിന്നും ബാർബാത്തിയും മാർട്ടിനും ചാടി വീഴുന്നുണ്ട്. ഇവർക്ക് നേരെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ആ ഫൈറ്റിൽ ഏകദേശം അവർ തോറ്റുകൊണ്ടിരിക്കുകയാണ്. ആ ഫൈറ്റിൽ മാർട്ടിന്റെ കൂടെ ഡോണയും നിൽക്കുന്നുണ്ട് കേട്ടോ. അവൾക്ക് പറ്റാവുന്ന രീതിയിൽ അവൾ ആ ഫൈറ്റിൽ കൂടുന്നുണ്ട്. ഒരു കത്തി വെച്ച് ബസ്താറസിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന ഒരാളെ അവൾ പിന്നിൽ നിന്നും കുത്തി അയാൾ പരിക്കേൽപ്പിക്കുകയാണ്. എന്നാൽ അയാൾ മരിക്കുന്നതിന് മുന്നേ അയാളുടെ കയ്യിലുണ്ടായിരുന്ന വാള് വെച്ച് അവളെ ഒന്ന് വെട്ടുന്നുണ്ട്. എന്തായാലും ആ വെട്ട് അവളുടെ ദേഹത്ത് കൊണ്ടു. കഴുത്തിന്റെ ഭാഗത്ത് ചെറുതായിട്ട് ഒരു മുറിവാകുകയാണ്. എന്നാൽ അത്യാവശ്യം നല്ല രീതിയിൽ രക്തം പുറത്തേക്ക് പോകുന്നുണ്ട്. അവൾ അവിടെ വീണുപോയി. പക്ഷേ അവൾ തളർന്നില്ല കേട്ടോ. ഇതേ നേരം തന്നെ മാർട്ടിനെതിരെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അൽഫറാസ് ഗുരിഗാമി അവനെയും അവൾ പിന്നിൽ നിന്നും കുത്തുകയാണ്. അവൻ അവിടെ വീണു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാർട്ടിൻ ദാവിയോ ഇപ്പൊ രക്ഷപ്പെടുകയാണ്. എന്തായാലും ഡോണ അവളുടെ ഒരു പക വീട്ടുകയാണ്. അവളുടെ കുത്തുകൊണ്ട് ഗുരിഗാമി അവിടെ വീണല്ലോ. അത് കണ്ടുകൊണ്ടാണ് പാവൻ ഡോണ മരണപ്പെടുന്നത്. ഒരുപാട് വിഷമത്തോടു കൂടിയിട്ടാണ് മാർട്ടിൻ ദാവിയോ ഇപ്പോൾ ഡോണയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. അവൾ മരിക്കുമെന്ന് അവൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. എന്നാൽ ഡോണ കുത്തിയിരുന്ന അൽഫറാസ് ഗുരിഗാമി അവൻ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവനെ കെട്ടിയിട്ട് ഇവരിപ്പോ കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് അൽഫറാസ് ഗുരിഗാമി അവനെ കൊല്ലുന്നത് ബസ്താരസ് ആണ്. ഇനി ഇവരുടെ ടീമിൽ അധികം ആൾക്കാരൊന്നുമില്ല. വെറും 5 പേര് മാത്രമാണ്. അതിൽ തന്നെ ഒരാൾക്ക് നല്ല പരിക്കേറ്റിട്ടുണ്ട്. അങ്ങനെ ഈ 5 പേർ മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് പരിക്കേറ്റ ആൾ പോകുന്ന വഴിയിൽ തന്നെ മരണപ്പെടുകയാണ്. ഇനി ഇവര് 4 പേര് മാത്രം. മാർട്ടിനും ബസ്താരസും ബാർബാത്തിയും കൂടെ മറ്റൊരാളും. അവർ വീണ്ടും മുന്നോട്ടേക്ക് നീങ്ങുകയാണ്. മാത്രമല്ല ഇനി അവർക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് പോകണമെങ്കിൽ വലിയൊരു നദി മുറിച്ച് കിടക്കേണ്ടതുണ്ട്. എന്നാൽ അത് അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ അവർ അതിനുവേണ്ടി ഒരു ചങ്ങാട് ഉണ്ടാക്കുകയാണ്. അവർ 4 പേരും പിന്നീട് ആ ചങ്ങാടത്തിലൂടെ ആ നദി മുറിച്ച് കടന്ന് അപ്പുറത്തേക്ക് എത്തുന്നുണ്ട്. അവർ വീണ്ടും മുന്നോട്ടേക്ക് പോവാണ്. പക്ഷേ അവരെത്തിപ്പെട്ടത് ആ കാട്ടിലെ തന്നെ 2 ഗോത്രങ്ങൾക്കിടയിലായിരുന്നു. അവരങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇവർ വന്ന് പെട്ടത്. എന്തായാലും അവർ കാണാതെ അവിടെ ഉണ്ടായിരുന്ന കുറ്റിക്കാട്ടിൽ ഇവർ 4 പേരും ഒളിച്ചിരിക്കുകയാണ്. ഇതെല്ലാം ഒന്ന് തീരട്ടെ എന്നിട്ട് പോകാം എന്ന് കരുതിയിട്ട്. എന്നാൽ ആ സമയത്താണ് ഇവരുടെ കൂട്ടത്തിലെ 4ാമന്റെ ദേഹത്തേക്ക് ഒരമ്പ് വന്ന് കയറുന്നത്. വേദന കൊണ്ട് അവനിപ്പം നിലവിളിക്കാൻ നിൽക്കുമ്പോൾ ബാർബാത്തയും മാർട്ടിനും കൂടെ അവന്റെ വായ പൊത്തിപ്പിടിക്കുകയാണ്. അവൻ എന്തായാലും രക്ഷപ്പെടില്ല എന്ന് മനസ്സിലായി ഇവർ 2 പേരും അവന്റെ കഴുത്തറുത്ത് കൊന്നുകളയുന്നുണ്ട്. കാരണം അവൻ കരയുന്ന ഒച്ച കേട്ടാൽ ബാക്കിയുള്ളവർ ഇങ്ങോട്ടേക്ക് വരും. ഇവർ 3 പേരെയും കൊല്ലും. എന്നാൽ അത് അടുത്ത അമ്പ് വരികയാണ്. അത് കുത്തിക്കേറിയത് ബസ്താരസിന്റെ നെഞ്ചിലാണ്. എന്നാൽ ആ മനുഷ്യൻ കരഞ്ഞില്ല. വേദന സഹിച്ചു പിടിക്കുകയാണ്. എങ്ങനെയൊക്കെയോ നെഞ്ചിൽ നിന്നും അയാൾ ആ അമ്പ് വലിച്ചു വരുന്നുണ്ട്. കാരണം അയാൾ കരഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വരുന്ന ബാക്കിയുള്ളവര് ബാർബാത്തിയും അതുപോലെ തന്നെ മാർട്ടിനെയും കൊന്നുകളയാൻ സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും പരിക്കേറ്റ ബസ്താരസുമായിട്ട് ഇവർ 2 പേരും അവിടുന്ന് പോവാണ്. പക്ഷെ അധിക നേരം ബസ്താരസിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അയാളും മരണപ്പെട്ടു പോവാണ്. അങ്ങനെ ബസ്താരസിനെയും അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് ഇവർ 2 പേരും മാത്രം, ബാർബാത്തയും മാർട്ടിൻ ദാവിയും, ഇവർ 2 പേരും വീണ്ടും ഒരുപാട് ദൂരം മുന്നോട്ടേക്ക് പോവാണ്. ഒരു പർവ്വതത്തിന്റെ മുകളിലേക്ക് ഇവരെത്തിയിട്ടുണ്ട്. അവിടെ എത്തിയ സമയത്ത് കണ്ണഞ്ചിപ്പിക്കുന്ന ആ ഒരു കാഴ്ച ഇവർ കാണുകയാണ്. കഥകളിലെല്ലാം കേട്ടതുപോലെയുള്ള ആ സ്വർണ്ണ നഗരം, അവിടെയുള്ള വീടിന്റെ മേൽക്കൂര വരെ സ്വർണ്ണമാണെന്നാണ് കഥകളിൽ പറഞ്ഞിരുന്നത്. തീരത്തോട് ചേർന്ന് കിടക്കുന്ന ആ സ്വർണ്ണ നഗരത്തിലേക്ക് ഇവർ 2 പേരും പിന്നീട് ഓടാൻ തുടങ്ങുകയാണ്. ഇവരിപ്പം നിന്ന ആ ഒരു പർവ്വതം ഉണ്ടല്ലോ, അവിടെ വരെ പലർക്കും വരാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ സ്വർണ്ണ നഗരത്തിലേക്ക് ഇന്നേ വരെ ആർക്കും എത്താൻ കഴിഞ്ഞിട്ടില്ല. 2 പേരും ആവശ്യത്തോട് കൂടിയിട്ട് അങ്ങോട്ടേക്ക് ഓടി ചെല്ലുകയാണ്. ആ തീരത്ത് താമസിച്ചിരുന്നത് കുറച്ചധികം മുക്കുവന്മാരായിരുന്നു. അവരുടെ വീടിന്റെ മേൽക്കൂരയിലാണ് തിളങ്ങുന്ന ആ വസ്തു അവരെ കണ്ടത്. ഓടിച്ചെന്ന് ആ സ്വർണം അവർ കയ്യിലേക്ക് എടുത്ത് നോക്കുമ്പോൾ അവർ ഞെട്ടിപ്പോവാണ്. കാരണം അത് സ്വർണമായിരുന്നില്ല, വെറും കളിമണ്ണായിരുന്നു. ഇവിടെയുള്ള മുക്കുവര് അവരുടെ വീടിന്റെ മുകൾ ഭാഗം മേയാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു പ്രത്യേകതരം കളിമണ്ണും അതിന്റെ കൂടെ ഉപ്പും കൂടെ ചേർന്നപ്പോ ദൂരെ നിന്ന് കാണുമ്പോൾ അതിന് നല്ല മഞ്ഞ നിറം തോന്നിയതാണ്. ആ തോന്നലാണ് കെട്ടുകഥയായിട്ട് ലോകം മുഴുവനും പ്രചരിച്ചത്. ഇതൊരു സ്വർണ്ണ നഗരമാണെന്ന് എല്ലാ വിഡ്ഢികളും വിശ്വസിച്ചത്. ഇത് വിശ്വസിച്ച് ഇവിടം വരെ വന്ന നമ്മുടെ മാർട്ടിന്റെയും അതുപോലെ തന്നെ ബാർബാത്തയുടെയും ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എത്ര ചോര കണ്ടിട്ടാണ് അവർ ഇവിടെ വരെ എത്തിയത്. ഞാൻ പറഞ്ഞതുപോലെ 2 പേരും നിരാശയുടെ പടുകുഴിയിലേക്ക് വീഴുകയാണ്. തിരിച്ചു പോവുക എന്നതിനെ കുറിച്ച് ആലോചിക്കാൻ പോലും കഴിയില്ല. കാരണം നരഭോജികളാണ് മുഴുവൻ അവിടെ. ഇവർ 2 പേരും തിരിച്ചു പോയാൽ ഉറപ്പായിട്ടും സർവൈവ് ചെയ്യില്ല. തൊട്ടു മുന്നിലാണെങ്കിലോ വലിയൊരു കടലും. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് അവിടെയുള്ള മുക്കവന്മാർ ഒരു കാര്യം പറയുന്നത്. ഈ കടൽ കഴിഞ്ഞ് ഇതിന്റെ അപ്പുറത്തേക്ക് പോയാൽ അവിടെ പുതിയൊരു നഗരമുണ്ട്. ചൈന എന്നാണ് അതിനെ പറയുക. അളവറ്റ സമ്പത്തുള്ള ഒരു നാടും സുന്ദരിയായിട്ടുള്ള സ്ത്രീകളുള്ള ഒരു നാടുമാണത്. അങ്ങനെ ഈ മുക്കവന്മാർ അവർക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ബാർബാത്തിയോടും അതുപോലെ തന്നെ മാർട്ടിനോടും തട്ടിവിടുന്നുണ്ട്. ഇവർ 2 പേരും കണ്ണും പൂട്ടി ഇത് വിശ്വസിക്കുകയാണ്. പിന്നീട് കടൽ തീരത്തേക്ക് പോയ മാർട്ടിൻ പറയാണ്, ഞാൻ എന്തായാലും ഈ കടൽ കിടക്കാൻ വേണ്ടി പോവാണ്. അതിനുവേണ്ടി അവൻ അവിടെ ഒരു കൊടിയും നാട്ടുന്നുണ്ട് കേട്ടോ. എന്തായാലും അവൻ ആ ഒരു കടൽ കടന്നു പോകും. പിന്നീട് ചൈനയിൽ എത്തോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിയില്ല. എന്തായാലും ഇവിടെ വെച്ച് സിനിമ തീരുകയാണ്. അതായത് മനുഷ്യന്റെ ആഗ്രഹം എന്നല്ല, അത്യാഗ്രഹം അതൊരിക്കലും തീരാൻ പോകുന്നില്ല. സ്വർണമാണെന്ന് കരുതി ഇത്രയും കഷ്ടപ്പെട്ട് ഇവരിങ്ങോട്ടേക്ക് വന്നിട്ട് കിട്ടിയതോ കളിമണ്ണാണ്. എന്തായാലും ഈ ഒരു കഥ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്തായാലും ഇതിനേക്കാൾ നല്ലൊരു കഥയുമായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. അപ്പോൾ അതുവരെ
വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.